നിത്യാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. മധുരാലീലയാണ് നമ്മുടെ വിഷയം. ഭാഗവതം ദശമത്തില് 38-ാം അധ്യായം മുതൽ 44 വരെയുള്ള ഭാഗമാണ്. ഭാഗവതം 10 ലക്ഷണങ്ങളുള്ളതാണ്, നമുക്കറിയാം. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഊദയ മന്വന്തരേശാനു കഥാ നിരോധോ മുക്തിരാശ്രയ. ദശമം നിരോധം എന്ന് പറയും. നിരോധം എന്ന് പറഞ്ഞാൽ തടസ്സം. എന്തിനുള്ള തടസ്സം? ജീവന് ഈശ്വരനെ കാണാനുള്ള തടസ്സം, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള തടസ്സം. ആ തടസ്സം എന്താണ്? അതിന്റെ വകഭേദങ്ങൾ എന്തെല്ലാമാണ്? അത് എങ്ങനെ നീക്കം ചെയ്യാം? ഇതാണ് അനേകം കഥകളിലൂടെ ദശമത്തിൽ പ്രതിപാദിക്കുന്നത്. ഈശ്വരനെ പ്രാപിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിന് പല രൂപങ്ങളുണ്ട്, അനേകം രൂപങ്ങൾ. അതിനെ മുഖ്യമായിട്ടൊരു 3 തരംതിരിക്കുകയാണ് ഭാഗവതത്തില്. ഒന്ന് രജോ ഗുണം, മറ്റൊന്ന് ശരീരാഭിമാനം, പിന്നെ അർത്ഥധാര പുത്രേഷണകൾ. രജോ ഗുണത്തിന്റെ മൂർത്തിയാണ് കംസൻ. കംസന്റെ കഥയാണ് ആദ്യ ഭാഗങ്ങളിൽ മുഴുവൻ ദശമത്തിൽ കാണുന്നത്. അങ്ങോളം ഇങ്ങോളം കംസന്റെ കഥയാണ്. രജോ ഗുണത്തിന്റെ മൂർത്തിയാണ് കംസൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചഞ്ചലമാണ് മനസ്സ്. ക്ഷണേരുഷ്ട ക്ഷണേ തുഷ്ട രുഷ്ട തുഷ്ടക്ഷണേ ക്ഷണേ അവ്യവസ്ഥിത ചിത്തസ്യ പ്രസാദോപി ഭയങ്കര. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഇവരുടെ സന്തോഷം ഉറപ്പിക്കാൻ വയ്യ, എപ്പോഴാ മാറാന്നറിയില്ല. ദേവകി വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞ് പോകുമ്പോ അനേകം ആളുകൾ രാജവീതിയിൽ കാണാൻ വന്ന് നിൽക്കുന്നത് ഉണ്ടെന്ന് കണ്ടപ്പോ കംസന് തോന്നി, എന്നാ ഞാൻ തന്നെ തേര് തെളിക്കാം. തേരാളിയോട് മാറാൻ പറഞ്ഞു. കംസൻ തന്നെ തേരിലിരുന്ന തേര് തെളിച്ചു കൊണ്ടുപോകണം. സന്തോഷമായിട്ട് പെങ്ങളുടെ കല്യാണം, പെങ്ങളോട് തനിക്ക് വളരെ സ്നേഹമുണ്ടെന്ന് നാട്ടുകാരൊക്കെ വിചാരിക്കണം. അങ്ങനെ ഉണ്ടാവണം എന്നൊന്നുമില്ല, നാട്ടുകാരങ്ങനെ വിചാരിച്ചാൽ മതി. അതാ രജോഗുണക്കാരന്റെ പ്രകൃതി. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്നൊരു അശരീരി, അല്ലെ ദുഷ്ടനായിട്ടുള്ള കംസ, ആരെയാണോ നീ ഇത്ര വാത്സല്യത്തോടു കൂടി കൊണ്ടുപോകുന്നത്, ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിട്ട് വരും. അസ്യാസ്ത്വാം അതിദുഷ്ടം അഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത. ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്റെ ഹന്താവായിട്ട് തീരും. എന്നിട്ട് കേട്ടതും മാറി മനസ്സ്. ഉടനെ തേരിൽ നിന്ന് ചാടി ഇറങ്ങി ദേവകിയുടെ തലമുടി പിടിച്ച് വലിച്ച് വാളോറയിൽ നിന്ന് ഊരി ഇപ്പൊ തന്നെ ഇവളുടെ 8ാമത്തെ പുത്രൻ എന്നെ കൊല്ലും, ഇവളെ തന്നെ ഞാനിപ്പോ കൊല്ലും, പിന്നെ അല്ലേ 8ാമത്തെ പുത്രൻ എവിടെ വരാനാ? ഉടനെ വസുദേവൻ ഇറങ്ങി നടുക്ക് വന്നു നിന്നു. വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴേ പെരുവഴിയിൽ വെച്ചിട്ട് ജനമധ്യത്തിൽ വെച്ചിട്ട് സ്വന്തം സഹോദരിയെ വെട്ടിക്കൊല്ല. എന്താ കഥ? അദ്ദേഹം ചാടി, എന്താ അങ്ങ് ചെയ്യണത്? അങ്ങക്ക് ഞങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട്. അങ്ങയുടെ കീർത്തി, സൽകീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അതിനൊക്കെ കളങ്കം ചാർത്തുന്നതാവില്ല ഈ പ്രവൃത്തി. എന്തോ ശരീരം കേട്ടു, അത് നടക്കോ? ദേവകി പ്രസവിക്കോ? പ്രസവിച്ചാൽ 8 പ്രസവിക്കോ? 8ാമത്തത് ആൺകുട്ടിയാവോ? ആർക്കാ അറിയാം. എന്തോ ഒരു ശബ്ദം കേട്ടു പറഞ്ഞാൽ അങ്ങനെ ക്ഷോഭിച്ചിട്ട് ചെയ്യരുത്. ഇതുവരെയുള്ള സൽകീർത്തിക്കൊക്കെ കളങ്കം ചാർത്തുന്നാവില്ല ഈ പ്രവൃത്തി. എന്ത് സൽകീർത്തി? സൽകീർത്തി ഒന്നുമില്ല. പക്ഷെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിനോട്. അതൊന്നും അവിടെ ഏൽക്കുക. ഒരുപാട് പറഞ്ഞു, എന്ത് പറഞ്ഞിട്ട് തൽക്കാലം എങ്ങനെയെങ്കിലും പറഞ്ഞ് രക്ഷിക്കണ്ടേ? ഇല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞാലത്തെ കഥ എന്താ? കൊന്നു കഴിഞ്ഞിട്ട് അയ്യടാ ഇങ്ങനെ പറയാറുന്നു, ഒന്നാ ഒരു പക്ഷേ രക്ഷപ്പെട്ടായിരുന്നു, പിന്നെ വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പലതും പറഞ്ഞു, അതൊന്നും അവിടെ ഏൽക്കണില്ല. തലമുടിയിൽ നിന്ന് പിടിവിടുന്നില്ല, വാളുറയിൽ വെച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറട്ടെ, എന്നിട്ട് വേണം ദേവകിയെ വെട്ടാൻ. അങ്ങനെ നിൽക്കാന്ന്. അവസാനം ഒരു സൂത്രം തോന്നി. ദേവകിയുടെ 8ാമത്തെ പുത്രൻ അങ്ങനെ കൊല്ലുന്നല്ലേ? ദേവകി പ്രസവിക്കോ 8 പ്രസവിക്കോ ഒന്നും അറിയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ 5-8 കൊല്ലെങ്കിലും പിടിക്കുമല്ലോ, അല്ലാണ്ട് പെട്ടെന്നാവില്ലല്ലോ. അതുകൊണ്ട് ഇവളെ എന്തിനാ കൊല്ലുന്നത്? അങ്ങക്ക് ആ കുട്ടികളൊക്കെ അതാത് സമയത്ത് ഏതേത് കുട്ടികൾ എന്നെ കൊല്ലു എന്ന് അങ്ങ് ഭയപ്പെടുന്നു, അവരൊക്കെ ഞാൻ അപ്പപ്പ അങ്ങക്ക് കൊണ്ടുതരാം എന്നാണ്. പുത്രാൻ സമർപ്പയിഷ്യെ അസ്യാഹ യഥസ്ഥേ ഭയമുഖ്യതം. ഏതൊരു കുട്ടിയിൽ നിന്ന് അങ്ങക്ക് ഭയമുണ്ടോ ആ കുട്ടികളൊക്കെ ഞാൻ കൊണ്ടുതരാം. ആ പറഞ്ഞത് ശരിയാ തോന്നി. ഇതാണ് ഒരു നിമിഷം കൊണ്ട് മനസ്സ് മാറും. ഒരു വാക്ക് മതി മനസ്സ് മാറാൻ. അത് ശരിയാ. എന്നാ ഒരു കാര്യമുണ്ട്, അതാ സമയത്ത് കുട്ടിയെ കൊണ്ടു തന്നോളം പറഞ്ഞിട്ട് കൊല്ലാതെ വിട്ടുകൊണ്ട് പെട്ടെന്ന് ആ മനസ്സ് മാറും. ഇതാണ് കംസന്റെ അവസ്ഥ. അങ്ങനെ പ്രസവിച്ച ആദ്യത്തെ കുട്ടിയെ പാവം വസുദേവർ ആ കുട്ടിയെ കയ്യിലെടുത്ത്, പിഞ്ചു കുട്ടിയെ എടുത്തിട്ട് വാക്ക് പാലിക്കണ്ടേ, കൊണ്ടുപോയി കൊടുത്തപ്പോ തോന്നി, ഇതിനെന്തിനാ ഞാൻ കൊല്ലണം? 8ാമത്തെ പുത്രിയല്ലേ, ഈ പുത്രനല്ലേ, ഇതിപ്പോ എന്താ, വേണ്ട കൊണ്ടുപോയി വളർത്തിക്കോളൂ പറഞ്ഞു. അപ്പൊ താങ്ക്സ് ഒന്നും പറഞ്ഞില്ല. കാരണം പഠിക്കില്ല തന്നെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകും, അപ്പൊ തന്നെ കൊന്നളയെന്ന് പറയാൻ മടിയൊന്നുമില്ല. അതാ രജോഗുണത്തിന്റെ പ്രകൃതി. ഏതായാലും കൊണ്ടുപോയി. അങ്ങനെ 5-6 കുട്ടികളെ കൊണ്ടുപോയി. അപ്പോഴേക്ക് നാരദര അവിടെ വന്നു. അല്ല എന്താ അങ്ങക്ക് പറ്റിയത്?
അങ്ങനെ അശരീരി കെട്ടു 8ാമത്തെ പുത്രൻ അങ്ങയെ കൊല്ലുന്നുള്ളതേ. അപ്പോ ദേവയുടെ 8ാമത്തെ പുത്രൻ പിന്നെ കംസന്റെ ഹന്താവായിട്ട് തീരും. ദേവയെ കൊല്ലുന്ന ഞാൻ വിചാരിച്ചത്, അങ്ങ് കൊല്ലാനൊക്കെ പുറപ്പെടുന്നുണ്ട്. പിന്നെ കേട്ടു കൊന്നലായി. എന്തേ രാജാവിന് ഇങ്ങനെ പറ്റിയത്? അല്ല, കുട്ടികളൊക്കെ കൊണ്ട് എന്നാലും മതി എന്ന് വിചാരിച്ചു. ഇപ്പൊ കേട്ടു കുട്ടികളെയും കൊല്ലുന്നില്ല. അല്ല, 8ാമത്തെ കുട്ടിയല്ലേ, 8ാമത്തെ കുട്ടി. അങ്ങക്ക് ഈ ദേവന്മാരുടെ കള്ളത്തരം വല്ലതും അറിയോ? വട്ടത്തിൽ നിർത്തിയിട്ട് ഏത് കുട്ടിയെ എണ്ണിയിട്ട് 8ാമത്തതാക്കി കൂടാത്തത്? ഒടുക്കത്തൊന്നും ഇങ്ങോട്ട് എണ്ണിയാൽ ആദ്യത്തെ കുട്ടിയാവില്ല 8ാമത്തെ. അല്ല, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ പറയുള്ളത് പറഞ്ഞു പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഒപ്പിച്ചു പോയി. അപ്പൊ തോന്നി ശരി, അന്നാ നീ വിടണ്ട. ഉടനെ 6 കുട്ടികളെ കൊണ്ടുവരാൻ 6 എണ്ണത്തിന് തല്ലിക്കൊന്നു. എന്തേ കാരണം? നാരദർ ഇങ്ങനെയൊക്കെ ചെയ്ത. നാരദർക്ക് പാപമൊന്നുമില്ല. കാരണം നാരദരെ ഈശ്വരേച്ഛ നടപ്പിൽ വരുത്താണ്. ഈ കുട്ടികളെ കംസൻ കൊല്ലുന്ന കണക്കാക്കിയിട്ട് അത്ര ഭയങ്കരന്മാരായ രാക്ഷസന്മാരെ അവിടെ ജനിപ്പിച്ചിട്ടുള്ളത്. അഥവാ ഈ കുട്ടിയെ കൊന്നിട്ടില്ല എന്ന് വിചാരിക്കുക, കംസനേക്കാളും ഭയങ്കരന്മാരാവും ഇവരെ കൊല്ലാൻ പിന്നെ ഭഗവാൻ ആദ്യം അവതരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് കൊല്ലാം. മാത്രമല്ല, കംസന് ദുഷ്ടതയും കിട്ടും വേണ്ടത്ര വർദ്ധിക്കണേ, എന്നാലല്ലേ ഭഗവാൻ വേഗത്തിൽ കംസനെ അനുഗ്രഹിക്കൂ. ഇതൊക്കെയാണ്. അപ്പൊ കംസന്റെ മനസ്സ് പെട്ടെന്ന് അതാണ് രജോ ഗുണത്തിന്റെ പ്രകൃതി. പിന്നെ ഈ കംസനിൽ നിന്ന് വരികയാണ് പൂതന, ശകടാസുരൻ, ആവർത്തൻ. ഇവരൊക്കെ ഈ അടുത്ത കാലത്ത് ജനിച്ച കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചവരാണല്ലോ. ആരാ ഈ പൂതനി? ഇതൊക്കെ രജോ ഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അഥ കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിമാർഷ്ണേയ ബലാദിവ നിയോജിത. ആർക്കും പാപം ചെയ്യണമെന്ന് മോഹല്ലല്ലോ ഭഗവാനെ. പക്ഷെ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ചില്ലറ പാപങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആരാണ് മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഗീതയിലെ ഒരു ചോദ്യമാണ്. അതിന് മറുപടി ഭഗവാന്റേത് കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. കാമം, ക്രോധം ഇതൊക്കെ രജോ ഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. മഹാശനോ, എത്ര അനുഭവിച്ചാലും ആഗ്രഹത്തിന് അവസാനമില്ല. മഹാപാത്മ, കടുത്ത പാപം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് കാമവും ക്രോധമാണ്. വിദ്ധ്യേനമിഹ വൈരണം. ഇതാണ് നമ്മുടെ ശത്രു എന്നുള്ളത്. അതായത് കംസനിൽ നിന്ന് രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന കാമക്രോധാദികളാണ് പൂതന, ശകടാസുരൻ, ആവർത്തൻ. ഇവരൊക്കെ എന്തിനു വേണ്ടിയാ? കുട്ടികളെ കൊല്ലാനാ പോയത്. പക്ഷെ എവിടം വരെ പോവും? ഭഗവാന്റെ അടുക്കലേ ഉള്ളൂ. ഭഗവാന്റെ അടുക്കൽ ചെന്നാൽ കഴിഞ്ഞു, അവരുടെ കഥ കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഈ രജോ ഗുണത്തെ ആദ്യം അടക്കാനാണ് നമ്മൾ ശീലിക്കേണ്ടത്. പൂതനാദികളൊക്കെ ഭഗവാനിലെത്തിയപ്പോൾ അവസാനിച്ചോല്ലോ അവിടെ. അപ്പൊ രജോ ഗുണത്തിന്റെ മൂർത്തിയാണ് കംസൻ. ഈ രജോ ഗുണത്തെ ജയിക്കണം. അതാണ് ഏറ്റവും വിഷമം പിടിച്ചത്. അത് സത്വഗുണം വർദ്ധിക്കുമ്പോഴാണ് രജോ ഗുണം നശിക്കുക. ആയുർവേദത്തിൽ പറയും, രോഗം ശരീരത്തിനും മനസ്സിനും രോഗങ്ങളുണ്ട്. ശരീരത്തിന്റെ രോഗം എന്താ? വാതപിത്ത കഫങ്ങൾ ദുഷിക്കുമ്പോഴാണ്. വൃദ്ധി സമാനൈ സർവേഷാം വിപരീതൈർ വിപര്യ. വാതപിത്ത കഫങ്ങൾ ശരീരത്തിൽ തുല്യമായിട്ട് നിൽക്കുമ്പോൾ ആരോഗ്യവും, ഏതെങ്കിലും ഒന്നിന് ഏറ്റക്കുറച്ചിൽ വന്നാൽ രോഗവും. അത് വാദസംബന്ധമായത്, പിത്തസംബന്ധമായത്, കഫസംബന്ധമായത്. അതിനുള്ള ചികിത്സയും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനസ്സിന് ചില രോഗങ്ങളുണ്ട്. അതിനധികമൊന്നും ചികിത്സിക്കാറില്ല. അതിനാണ് മുഖ്യമായിട്ട് ചികിത്സിക്കേണ്ടത്. എന്താ മനസ്സിന്റെ രോഗം? രജസ്തമശ്ച മനസ്സോ ദൗജ ദോഷാവുദാഹൃതവും. രജോ ഗുണവും തമോ ഗുണവുമാണ് മനസ്സിന്റെ ദോഷം. അത് വർദ്ധിച്ചാൽ, അത് രണ്ടും കൂടെ ഒരാളിൽ വർദ്ധിച്ചാൽ അയാൾ രാക്ഷസനാവും. സ്വാർത്ഥത്തിന് വേണ്ടി ലോകത്തിൽ ആരെ വേണമെങ്കിലും ഹിംസിക്കാൻ ഒരു മടിയുണ്ടാവില്ല രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചാൽ. ആ രജോ ഗുണവും തമോ ഗുണവും സകലവിധ മാനസിക വിഷമങ്ങൾക്കും കാരണമാണ്. അത് നശിക്കണം. എങ്ങനെ നശിക്കും? രജോ ഗുണത്തെ തമോ ഗുണത്തെ നശിപ്പിക്കുകയല്ല അതിന് വഴി, സത്വഗുണത്തെ വർദ്ധിപ്പിക്കുക. സത്വഗുണം ഒരാളിൽ വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും രജോ ഗുണവും തമോ ഗുണവും താനെ നശിച്ചുകൊള്ളും. ആ സത്വഗുണം വർദ്ധിക്കണമെങ്കിൽ ഭക്തി ഭാവം ഉണ്ടാകുമ്പോൾ, അതായത് ഭക്തി കൊണ്ടേ ഇതിനൊക്കെ പരിഹാരമുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന് അഹങ്കാരത്തിന്റെ രൂപം ശരീരാഭിമാനം. എത്രയൊക്കെ ആയാലും ഈ ശരീരാഭിമാനം അങ്ങോട്ട് പോവില്ല നമുക്ക്, അല്ലേ? നമ്മൾക്കറിയാം നമ്മുടെ ശരീരമല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ മാറാതെ കണ്ടൊരു ഞാനുണ്ട്, ആത്മാവ്, അതാണ് ഞാൻ. ഇതൊക്കെ പ്രസംഗിക്കും, കേൾക്കുകയും ചെയ്യും. പ്രസംഗിക്കുന്ന ആൾക്കും ബോധ്യാവണില്ല, കേട്ട ആൾക്കും ബോധ്യാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഭേദം വെച്ചിരിക്കണമില്ലേ? ആരാ ഭേദം വെച്ചത്? കുറച്ച് വീതി കൂടി എല്ലാ രോഗാണുക്കൾക്കും ഇവിടെ സീറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്. കാണുന്നവരൊക്കെ പറയും, മാഷ് ലേശം ഒന്ന് ക്ഷീണിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആരായി ക്ഷീണിച്ചത്, ആരാ ധരിച്ചത്? ഈ ശരീരത്തിന്റെ കാര്യമായി പറയണത്. ഇതല്ലാന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ വിശ്വാസം ഈ ശരീരമാണ്. അതാണ് ശരീരാഭിമാനം. അത് അത്ര പെട്ടെന്നൊന്നും നശിക്കില്ല. അതിനാണ് ജരാസന്ധനായിട്ട് പറയുന്നത്. ശരീരാഭിമാനം, അതാണ് ജരാസന്ധൻ. ഈ ജരാസന്ധൻ അതിശക്തനാണ്. അനേകം ആളുകളെ, രാജാക്കന്മാരെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട് ജരാസന്ധൻ. എന്താ അതിന്റെ അർത്ഥം? എല്ലാവരും ഈ ശരീരാഭിമാനത്തിന്റെ ജയിലില്ല. നമ്മൾ ഓരോരുത്തരും ശരീരാഭിമാനത്തിന്റെ ജയിലിൽ തന്നെ കിടക്കണമെന്നർത്ഥം. അതിനെ നശിപ്പിക്കൽ അത്ര എളുപ്പമല്ല ജരാസന്ധനെ. എങ്ങനെ ജരാസന്ധനെ കൊന്നത്? ഈ പാണ്ഡവന്മാരും കൃഷ്ണനും അവര് ബ്രാഹ്മണരുടെ വേഷം കെട്ടിപ്പോവാണ്. ക്ഷത്രിയന്മാര് ബ്രാഹ്മണരുടെ വേഷം കെട്ടിച്ചെന്നു. കണ്ടാ ബ്രാഹ്മണരാ, നിങ്ങൾ ആരാ? നിങ്ങൾ എന്താ വന്നത്? ഞങ്ങൾ ഭിക്ഷ യാചിക്കാൻ വന്ന. എന്താ നിങ്ങൾക്ക് ഭിക്ഷ വേണ്ടത്? ഞങ്ങൾക്ക് യുദ്ധമാണ് ഭിക്ഷയായിട്ട് വേണ്ടത്. അപ്പോഴാണ് ചിരിച്ചു, യുദ്ധോ? അപ്പൊ നോക്കുമ്പോ കയ്യുമ്പിൽ ഞാണിന്റെ തഴമ്പൊക്കെ ഉണ്ടേ. ബ്രാഹ്മണരൊന്നും അല്ല ഇവരെ.
അവസാനം പറഞ്ഞു ഇത് അർജുനനാണ്, ഇത് ഭീമനാണ്, ഇത് കൃഷ്ണനാണ്, ഞങ്ങൾക്ക് ശരി സാരമില്ല, കൃഷ്ണനോട് വയ്യ, പിന്നെ ഇവരൊന്നും ഭീമന തമ്മിൽ ഭേദം, എനിക്കൊരു തുല്യ ബലവാനായിട്ട് വേണ്ടേ, അത് ഭീമനായിട്ട് മതി. അങ്ങനെയാണല്ലോ അവസാനം. അതായത് ബ്രാഹ്മക്ഷാത്രങ്ങൾ, ക്ഷത്രിയന്മാര് ബ്രാഹ്മണരുടെ വേഷം കെട്ടിച്ചെന്നിട്ടാണ് ജരാസന്ധനെ കൊല്ലുന്നത്. അതായത് ബ്രാഹ്മക്ഷേത്രങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴേ ജ്ഞാനവും വേണം, പിന്നെ ക്ഷാത്രവും വേണം. അപ്പോഴാണ് ഈ ശരീരാഭിമാനത്തെ നശിപ്പിക്കാൻ സാധിക്കൂ എന്ന് പറയാനാണ്. മാത്രമല്ല അത് അത്ര വേഗത്തിലൊന്നും നശിക്കില്ല, വളരെ വിഷമം പിടിച്ചതാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഈ ശരീരമാണ് ഞാൻ എന്ന് ബോധ്യമാണല്ലോ നമുക്ക്. അതാണ് ഈ എങ്ങനെ ജരാസന്ധനെ കൊല്ലുന്നത്. എത്ര കൊന്നിട്ടാലും പിന്നെയും നീട്ടുവരികയാണ്. അവസാനം ജരയാൽ സന്ധിക്കപ്പെട്ടവനാണ്. അതായത് രണ്ട് കാലും പിടിച്ച് കീറിയിട്ട് വലിച്ചെറിഞ്ഞാൽ വീണ്ടും വന്ന് കൂടും. ഭഗവാൻ കാണിച്ചു കൊടുത്തു ഒരു ഇലയെടുത്ത് മുറിച്ചിട്ട് വിപരീതടാണ്. അതായത് കാല് വലിച്ച് കീറിയിട്ട് വിപരീതം ഒന്നും ഇങ്ങോട്ടും എടുത്ത വലത്തോട്ട് വിപരീതം അറിയണം, പിന്നെ വന്ന് കൂടാൻ നിവൃത്തില്ലല്ലോ. അതായത് വിപരീത ഭാവന കൊണ്ടേ ശരീരാഭിമാനം നശിക്കും. എന്താ വിപരീത ഭാവന? ഞാൻ ഈ ശരീരമാണെന്നല്ലേ? അല്ല, ഞാൻ ഈ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയങ്ങളല്ല, ഒക്കെ വിപരീതമായിട്ട് ഭാവന ചെയ്യാം. അങ്ങനെയാണ് ശരീരാഭിമാനം നശിക്കൂ എന്ന് സൂചിപ്പിക്കുക. ഈ ജരാസന്ധന്റെ പിന്നെ 2 മക്കള് അസ്ഥി പ്രാപ്തി, അത് കംസന്റെ ഭാര്യമാരാ. അസ്ഥി പറഞ്ഞാൽ ഉണ്ട്, ഇല്ലാത്തതൊക്കെ ഉണ്ടാ തോന്നും ശരീരാഭിമാനമുള്ള പുള്ളി. പ്രാപ്തി പറഞ്ഞാൽ അതൊക്കെ എനിക്ക് കിട്ടണമെന്ന് തോന്നും. ഈ ജരാസന്ധന്റെ മക്കളാണ് കംസന്റെ ഭാര്യമാര്, അതാണ് അസ്ഥി പ്രാപ്തി. പിന്നെ ശരീരാഭിമാനം, അത് വേറൊന്ന്. പിന്നെ അഹങ്കാരം. ഇതൊക്കെ നശിച്ചാലും എത്രയൊക്കെ വിട്ടാലും വിടാൻ വയ്യാത്തതുണ്ട് അർത്ഥധാര പുത്രേഷണകൾ. ഏഷണാത്രയം എന്ന് പറയും. പണം വേണം, ഭാര്യ വേണം, മക്കള് വേണം എന്നുള്ള ആഗ്രഹം അതെത്രയായാലും ഉണ്ടാവുമല്ലോ മനുഷ്യന്. അതാണ് ശിശുപാലൻ. ശിശുപാലനെ അർത്ഥധാര പുത്രേഷണകളായിട്ടാണ് വ്യാഖ്യാനിക്കുക. ശിശുപാലൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ശിശുക്കളെ പാലിക്കുന്നവൻ, കുട്ടികളെ രക്ഷിക്കുന്ന ആള്. കുട്ടികളെ ഉണ്ടാവണമെങ്കിൽ ഭാര്യ വേണം, രക്ഷിക്കണമെങ്കിൽ പണവും വേണം. അപ്പൊ ഭാര്യ വേണം, കുട്ടികൾ വേണം, പണം വേണം. അതാണ് അർത്ഥധാര പുത്രേഷണകൾ. ഈ ഏഷണാത്രയം എത്രയാണ് ഇവിടെ ശിശുപാലനായിട്ട് പറയുന്നത്. അത് അത്ര പെട്ടെന്നൊന്നും വിട്ടുപോയില്ല. ഞാനൊക്കെ വിട്ടു എന്നൊക്കെ പറയും. വിട്ടു എന്ന് പറഞ്ഞാലും വില്ല. അല്ല, ഞാനൊക്കെ വിട്ടു അറിഞ്ഞ എല്ലാം വിട്ടു. എനിക്ക് അതിലൊന്നും വലിയതായിട്ടില്ല. അപ്പൊ സ്വത്തൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ മക്കളുടെ പേരില്ല, വേറെ ആളുമല്ല, മക്കൾക്കാ കൊടുത്തണ. അപ്പൊ അതവിടെ ഉണ്ട്. നശിപ്പിക്കാൻ ഞാൻ മതി, ഞാൻ മനസ്സിരുത്തലുണ്ട്. അപ്പൊ എന്തേ വിട്ടത് ഇയാള്? വിട്ടിട്ടൊന്നുമില്ല. വിട്ടു എന്ന് പറഞ്ഞാലും വിട്ടിട്ടില്ല. കുട്ടികളെ നശിപ്പിക്കാൻ ഞാൻ മതി, ഞാനത് മനസ്സിരുത്തേണ്ടതാണ്. അതാണ് എത്രയായാലും ആ ഈ അർത്ഥധാരപുത്രേഷണകൾ നമ്മളെ വിട്ടുപോകുന്നില്ല. ഈ അജ്ഞാനകാര്യമായ അഹങ്കാരം ഒരാളില് മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും കർമ്മങ്ങളിലും ചിന്തകളിലും എല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? തന്നിൽ തന്നെ താനായി വിളങ്ങുന്ന ഈശ്വരനെ അറിയാൻ കഴിയാതെ ഇരിക്കുകയാണ്. അപ്പൊ ഈ 3 രൂപത്തിലുള്ള അഹങ്കാരത്തെ നീക്കുന്ന ഒരാൾക്ക് മാത്രം ഈശ്വരനെ അറിയാൻ അല്ലെങ്കിൽ ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള വഴി എന്താ? അതിനുള്ള വഴി ഭക്തി മാർഗം തന്നെയുള്ളൂ. ഭക്തി യഥാർത്ഥത്തിൽ വർദ്ധിച്ചു വന്നാൽ അഹങ്കാരം നീങ്ങും, ഭഗവത് ദർശനവും സാധിക്കും. അത് വിരോധഭക്തി ആയാലും വിരോധമില്ല. കംസന്റെ വിരോധഭക്തി ആയിട്ടാണ്. എങ്ങനെയായാലും വിരോധമില്ല, ഭക്തി ഭാവം ഉണ്ടാവണമെന്നേ ഉള്ളൂ. കംസന്റെ അവസ്ഥ എന്താ? ആസീന സംവിശൻ തിഷ്ടൻ പുഞ്ചാന പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യ തന്മയം ജഗതി. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഹന്തകനായിട്ട് കൃഷ്ണനെ കാണാൻ, തന്നെ ഹന്താവാണ്. അത് കണ്ട് ഈശ്വര കൃഷ്ണമയമായിട്ട് പ്രപഞ്ചത്തെ കണ്ടു. അപ്പൊ ശത്രുതാഭാവത്തിൽ ആ ഭാവന ചെയ്താൽ മതി, ഈശ്വരമയമായിട്ട് കാണാൻ സാധിച്ചാൽ മതി. കാണുന്നിടത്തൊക്കെ കൃഷ്ണനെ കാണുന്നത്. ഹന്തകനായിട്ടാണ്, ആയിക്കോട്ടെ. ഉത്തമ ഭക്തന്റെ ലക്ഷണവും ഇത് തന്നെയാണ്. സർവഭൂതേഷു യപ്പശ്യേത് ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മൻ ഏഷ ഭാഗവതോത്തമ. സകല ജീവരാശികളിലും ഈശ്വരനെ കാണുക എന്നുള്ള അവസ്ഥ, അത് തന്നെ കംസനും സാധിച്ചത്. അപ്പോ ഏതെങ്കിലും നിലയിൽ ആ ഭക്തിഭാവം നമ്മളിൽ വർദ്ധിച്ചാൽ രക്ഷപ്പെട്ടു. ഈ അഹങ്കാരത്തിന് ശമനമുണ്ടാവും. അപ്പോഴേ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നുള്ളതാണ് അനേകം കഥകളിലൂടെ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ ഇപ്പോ ത്രികാലജ്ഞാനിയായ നാരദർ ഒരു തവണ കംസന്റെ കൊട്ടാരത്തിൽ ചെല്ലാണ്. നാരദര് ചെല്ലുന്ന എല്ലാവർക്കും സന്തോഷമാണ്. 3 ലോകത്തിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. വളരെ കേമായിട്ട് സൽക്കരിച്ചൊക്കെ ഇരുത്തി എന്താ വിശേഷം എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെയൊന്ന് കാണണം വിചാരിച്ച് വന്നത് തന്നെയാണ്. വാസ്തവത്തില് അന്ന് ആ ദേവകി വസുദേവന്മാരെ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ അങ്ങ് അശരീരി കേട്ടു, അങ്ങ് കൊല്ലാൻ ഭാവിച്ചു, കൊല്ലുന്നു വിചാരിച്ചു. പിന്നെ ഇല്ല, കുട്ടികളെയൊക്കെ കൊല്ലാം, അങ്ങനെ ആയാലും മതി. പിന്നെ അതുമില്ല എന്ന് കേട്ടു. ഇപ്പോ ഈ രാമകൃഷ്ണന്മാര് വൃന്ദാവനത്തിൽ വളരുന്നുണ്ട്, ഗോകുലത്തില്. ആരാന്നറിയോ രാമകൃഷ്ണന്മാര്? ദേവകി വസുദേവന്മാരുടെ ഇവരുടെ മക്കളാണ്. വാസ്തവത്തിൽ അങ്ങേ കൊല്ലാനായിട്ട് അവതരിച്ച ദേവകി 8ാമത് പ്രസവിച്ചത് ആൺകുട്ടിയാണ്. ആ കുട്ടിയെ ഇവിടുന്ന് സമർത്ഥമാകും വണ്ണം മാറ്റി നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തിച്ച് യശോദയുടെ മകളെ ഇവിടെ കൊണ്ടുവന്നു.
രാജാവാണ് പറയുമ്പോൾ അങ്ങ് ചങ്ങലയ്ക്ക് ഇട്ടിട്ടുണ്ട്, എല്ലാ ബന്ധോസ്ഥലും വെച്ചു. പക്ഷെ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടന്നു. എന്നിട്ട് അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളൊക്കെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ആളുകളെ പടുത്ത് പറഞ്ഞയച്ചവരാരെങ്കിലും തിരിച്ചു വന്നു? ആരും തിരിച്ചു വന്നിട്ടില്ല. പൂതന, ശകടാസനം, തണാവർത്തനം ഇവരൊക്കെ പോയവർ പോയി, വന്നവർ വന്നു. ആരൊക്കെ പോയത്, എവിടെ പോയത്, അതൊന്നും രാജാവ് അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെയുണ്ട് ഒരു രാജാവ്, ചാരദൃഷ്ടിയുള്ള ആളാണ് രാജാവ് എന്ന് പറയും. അങ്ങെന്താ ഇതൊന്നും അറിയാം? ലോകം മുഴുവൻ അറിയും ഇവിടുന്ന് പോയ സകല ആളെയും കൊന്നത് രാമകൃഷ്ണന്മാരാണ്. പൂതന, ശകടാസുരൻ, തണാവർത്തൻ, നഖാസുരൻ എല്ലാവരും. ഇത് ലോകം മുഴുവൻ അറിയും, അങ്ങ് മാത്രം അറിഞ്ഞിട്ടില്ല. അത് അത്ഭുതമായിട്ടിരിക്കണത്. ആരാവര്? ദേവകി വസുദേവന്മാരുടെ കുട്ടികളാണ്. അങ്ങനെ അറിയാതെ സമർത്ഥമാകുന്ന രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയതാണ്. അവരാണ് ഇവരെയൊക്കെ കൊന്നത്. ഇനി താമസമൊന്നുമില്ല, ഇനി ഇങ്ങോട്ട് വരും, അങ്ങനെ കൊല്ലാൻ ഇങ്ങോട്ട് വരും ചെയ്യും. കേട്ടപ്പോൾ ആകെ പരിഭ്രമമായി. അങ്ങനെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്തൊരു അത്ഭുതമാണ്. ഇങ്ങനെ ബന്ധോസ്ഥയിൽ വെച്ചിട്ടും ഞാൻ അറിയാതെ ഈ കുട്ടിയെ ഇവിടുന്ന് കടത്തി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ, എന്നാ ഇപ്പം തന്നെ വസുദേവരെ കൊന്നിട്ടേ കാര്യമുള്ളൂ പറഞ്ഞു വാളെടുക്കുക. അപ്പം നാരദരെ പറഞ്ഞു അവരെ കൊന്നിട്ട് എന്താ കാര്യം, കൊല്ലേണ്ടവരല്ല കൊല്ലേണ്ടത്. നാരദനാണ് തടുത്തത്. ഏതായാലും ഇത് അറിഞ്ഞപ്പോൾ ആകെ പരിഭ്രമായി. ഇനി എന്താപ്പം ഞാൻ വേണ്ടത്, എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു തരണം. അങ്ങേക്കറിയില്ല ഈ 2 പിഞ്ചു കുട്ടികളെ കൊല്ലാൻ വല്ല പണിയുണ്ടാവും. എനിക്കവരെ കാണാൻ കൗതുകമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മുടെ മല്ലന്മാർ ഈ 2 കുട്ടികളെ കൊല്ലാൻ എന്താ വിഷമമുള്ളത്? അത് ശരിയാന്ന് കംസന് തോന്നി. അപ്പോൾ ഉടനെ തന്നെ അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാണ്. അക്രൂരനെ ആരെങ്കിലും ഒരാളെ പറഞ്ഞയക്കണമല്ലോ. അക്രൂരനെ വിളിച്ച് പറഞ്ഞു. അക്രൂരൻ ഭക്തനാണ്. അക്രൂര, നീ പോണം. ഇവിടെ ഈ 2 കുട്ടികൾ അവിടെ രാമകൃഷ്ണന്മാർ വളരുന്നുണ്ടല്ലോ, അവര് ആണത്ര ഇവിടുന്ന് പോയ എല്ലാവരെയും കൊന്നു എന്ന് കേട്ടതേ. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ അവതാരമാണ്, എന്നെ കൊല്ലാൻ ജനിച്ചവരാന്നാ പറയണത്. ഇനി ഏതായാലും വഴുകിക്കേണ്ട, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വേഗത്തിൽ ഇപ്പോൾ അവരെ കഥ കഴിക്കുക. ഇനി വലുതായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിഷമാവേ. അതിനിവിടെ ഒരു ധനുർയാഗമൊക്കെ ഏർപ്പാട്. ധനുർയാഗം പറഞ്ഞാൽ വില്ല് വെച്ച് പൂജിക്കുക. ക്ഷത്രിയന്മാർക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അത് തൊഴുത കഴിഞ്ഞാൽ യുദ്ധത്തിലൊക്കെ ജയിക്കുന്നൊക്കെ ഒരു വിശ്വാസമാണ്. ആ ധനുർയാഗം ഏർപ്പാടാവുക, മല്ലയുദ്ധം ഏർപ്പാടാക്കുക. അപ്പം അതൊക്കെ കാണാൻ കുട്ടികൾക്കൊക്കെ കൗതുകം ഉണ്ടാവുമല്ലോ. എല്ലാവരും ക്ഷണിക്കുക. ആ കൂട്ടത്തിൽ അവിടെ പോയിട്ട് നന്ദവും അവരോട് രാമകൃഷ്ണന്മാരെ കുട്ടികളെയൊക്കെ കൂട്ടി, എൻ്റെ മരുമക്കളാണല്ലോ, എനിക്ക് അവരെ കാണാൻ കൗതുകമുണ്ട്, അവർക്ക് ഈ പട്ടണമൊക്കെ കാണാം, യാഗമൊക്കെ കാണാം, ധനുർയാഗമൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടി കൊണ്ടുവരണം. അവർ കൊണ്ടുവന്നാൽ ഇവിടെ ചാണൂര മുഷ്ടികന്മാർ മല്ലന്മാരുണ്ട്, അവരെ കൊണ്ട് കൊല്ലിക്കുക. ഇല്ലെങ്കിൽ പിന്നെ അവിടെ വലിയ കുവലയാപീഠം എന്നുള്ള ആനുണ്ട്, ആനയെ കൊണ്ട് കൊല്ലിക്കുക. ഇല്ലെങ്കിൽ ചാണൂര മുഷ്ടികന്മാരെ കൊണ്ട് കൊല്ലിക്കുക. അതൊക്കെ ധനുർയാഗം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ല, ഇതൊന്നും അവിടെ പറയരുത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നന്നായി നീ അറിയാൻ വേണ്ടി പറഞ്ഞാൽ അവിടെ പറയേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ കുട്ടികളെ കാണാൻ കൗതുകമുണ്ട്, യാഗമുണ്ട്, അപ്പം ഞങ്ങളെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് എന്തൊക്കെ അവരോട് പറയണം എന്ന് പറഞ്ഞു. ആവാന്ന് പറഞ്ഞു. അക്രൂരൻ ഒരു കണക്കിൽ സന്തോഷമായി. എത്ര കാലമായിട്ട് മോഹിച്ചിരിക്കുക രാമകൃഷ്ണന്മാരെ ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അവരുടെ ലീലകൾ, അത്ഭുതമായ ലീലകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു തവണ ഒന്ന് കാണാൻ ഇതുവരെ സാധിച്ചില്ലല്ലോ. എന്താ, കംസനെ പേടിച്ചിട്ടാണേ. ആ കംസൻ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ പറഞ്ഞയക്കുന്നു എന്ന് വന്നപ്പോൾ വലിയ സന്തോഷമായി. ഭഗവാന്റെ ഒരു അനുഗ്രഹം നോക്കണം. ഇങ്ങനെ വിചിത്ര രൂപ സ്തവകല്ലു അനുഗ്രഹ, ഭഗവാന്റെ അനുഗ്രഹം അത്ഭുതമാണ്. ആ കംസൻ തന്നെ എന്നെ പറഞ്ഞയക്കുക. അപ്പം എനിക്ക് പേടിക്കണ്ടല്ലോ. പക്ഷെ എന്താ, കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരാൻ സാരമില്ല. ഭഗവാൻ അറിയില്ലേ, എൻ്റെ മനസ്സ് ഭഗവാൻ അറിയില്ലേ. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ കാണലാണ് എൻ്റെ ലക്ഷ്യം. അക്രൂര, അതുകൊണ്ട് നീ പോയിട്ട് അവരെ കൊണ്ടുവരണം, അവരെ വേഗത്തിൽ കൊല്ലിക്കണം. അക്രൂരൻ പറഞ്ഞു, കൊല്ലിക്കുക എന്താ ഉണ്ടാവുക, എനിക്ക് ശല്യം, ഏതായാലും ഞാൻ പോവാം എന്ന് പറഞ്ഞ് അക്രൂരൻ പോകുന്നുണ്ട് ഇവരെ കാണാനായിട്ട്. അപ്പോൾ പോകുമ്പോൾ വലിയ ചിന്തകളും മനസ്സിൽ വന്നേ. അതായത് എത്രയോ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഏതായാലും പ്രഭാതത്തിൽ തന്നെ കംസന്റെ തേരെടുത്തിട്ട് പുറപ്പെടുമ്പോൾ പല ചിന്തകളും മനസ്സിൽ വരികയാണ്. എന്ത് പൂർവ്വജന്മത്തിൽ എന്ത് സുഹൃതം ഞാൻ ചെയ്തോ എനിക്കറിയില്ല. ഭഗവാനെ കാണാനാണല്ലോ ഞാൻ പോകുന്നത്. എന്നെ തന്നെ പറഞ്ഞയക്കാൻ തോന്നിയില്ല. അത്ര സുഹൃതം എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും സുഹൃതം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ എനിക്ക് സാധിക്കുമോ? ഭഗവാനെ എന്ന് ഞാൻ കാണുന്നതോടുകൂടി എൻ്റെ പാപങ്ങളൊക്കെ തീരും. അതിന് ഞാൻ കംസൻ നിമിത്തമായി, അതും ഒരു അനുഗ്രഹമായി ഒരു പ്രകാരത്തിൽ. ഏതായാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുമോ? അവർ അവിടെ ഉണ്ടാവുമോ? എന്നെ കണ്ട തിരിച്ചറിയോ? അല്ലെങ്കിൽ അവരവിടെ ഉണ്ടാവും. അവർ കുളിച്ച് മഞ്ഞ വസ്ത്രവും നീല വസ്ത്രമൊക്കെ ധരിച്ച് അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ മനസ്സിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പല ചിന്തകളോടും കൂടി പോവാണ്. എന്തോ പൂർവ്വപുണ്യം കൊണ്ടാണ് എനിക്ക് സാധിച്ചത്. ഏതായാലും ഇന്ന് ഞാൻ ഭഗവാനെ കാണും, എൻ്റെ പാപങ്ങളൊക്കെ അതോടുകൂടി തീരും. ഞാൻ ഭഗവാനെ നമസ്കരിക്കും. ഭഗവാൻ ഓട്ടി വന്ന് എന്നെ ആലിംഗനം ചെയ്യും, എന്നെ സ്പർശിക്കും, എൻ്റെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിക്കും. എൻ്റെ പാപങ്ങളൊക്കെ അതോടുകൂടി തന്നെ തീരും. ഭഗവാന്റെ അപാരമായിട്ടുള്ള കാരുണ്യം, ഈശ്വരേച്ഛ ഉണ്ടെങ്കിൽ എന്താ സാധിക്കാത്തത്? ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പോയതേ. പോയി കുറേ ദൂരം അങ്ങനെ പോയപ്പോൾ ഇതിവിടെയൊക്കെ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം, ഇവിടേക്കല്ലേ ഭഗവാന്റെ ലീലകൾ നടന്നിട്ടുണ്ടാവുക. വാസ്തവത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരാനോ കാണാനോ ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. ഇവിടെയൊക്കെ ഭഗവാന്റെ പാദസ്പർശം ഏറ്റ സ്ഥലമാവില്ലേ. അതുകൊണ്ട് സൂക്ഷിച്ചു നോക്കി, തേരിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഭഗവാന്റെ പാദസ്പർശം അവിടെ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ നോക്കിയപ്പോൾ നനഞ്ഞ ചില സ്ഥലത്ത് ഭഗവാന്റെ പാദരേഖകൾ കണ്ടു എന്നാണ്. അപ്പോൾ ഭഗവാൻ ഇതിയെ പോയിട്ടുണ്ട്. ഇത് ഭഗവാന്റെ അങ്കുശം തോട്ടിയ ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. ഭഗവാന്റെ പാദവിന്യാസമാണ് എന്ന് മനസ്സിലായി.
എന്തൊരു സുഹൃതം! ആ പാദവിന്യാസം കാണാൻ എനിക്ക് സാധിച്ചോളൂ. തേരിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ കിടന്ന് ഉരുണ്ടു അക്രൂരൻ. കാരണം ആ പാദധൂളി എൻ്റെ ശരീരത്തിൽ പതിക്കട്ടെ, ഞാൻ എത്ര പാപിയാണെങ്കിലും എൻ്റെ സകല പാപം ഇതോടുകൂടി നശിക്കും. അതുകൊണ്ട് അവിടെ കിടന്ന് ഉരുള. അതാണ് ഈ ശരീരാഭിമാനം ഇങ്ങോട്ട് പോയാലേ പിന്നെ മേല് മണ്ണാവില്ല, ഇതൊന്നും ചിന്ത ഉണ്ടാവില്ല. ഭക്തി ഇങ്ങോട്ട് വന്നാൽ പിന്നെ അത് വല്ലതുണ്ടോ? ശയനപ്രദർശനം ചെയ്യണില്ല നമ്മൾ. അതുമാതിരി ശബരിമലയ്ക്ക് പോകുന്നു, എവിടെയൊക്കെ കുടജാതിരിയിൽ കയറുന്നു, അവിടെ ശരീരക്ലേശമൊന്നും അറിയില്ല, ശരീരബോധമേ ഇല്ല. ആ ഒരു അവസ്ഥയിലെത്തിയാൽ ആ പൊടിയൊക്കെ വാരി മേലൊക്കെ തേച്ച അവിടെ മണ്ണിൽ കടന്ന് ഉരുളാൻ തുടങ്ങി. അതാണ് ശരീരാഭിമാനം ഇല്ല എന്ന് വന്ന ഭക്തി ഉണ്ടായാൽ അതാണ് സാത്വസ്മിൻ പരമപ്രേമരൂപ. ഭഗവാനിലുള്ള പരമമായ പ്രേമമാണ് ഭക്തി. അത് വന്നാൽ പിന്നെ ശരീരബോധം ലവലേശമില്ല, മേല് മണ്ണാവോ പൊടിയാവോ ഒന്നുമില്ല, അവിടെ കിടന്ന് ഉരുളാണ് ആ ക്രൂരനെ. അതാണ് ഭക്തി. ശാന്തിരൂപാത് പരമാനന്ദരൂപാച്ച. പരമാനന്ദമാണ് ഭക്തി ഉണ്ടായാൽ. ശാന്തിയാണ്, മനസ്സിന് പരമാനന്ദം ശാന്തി ഉണ്ടാവും എന്നുള്ളതാ. അത് എങ്ങനെയത് സാധിക്കുക? തത്വവിഷയത്യാഗാത് സംഘത്യാഗാച്ച. അതെങ്ങനെയാ സാധിക്കുക ആ ഭക്തി? വിഷയത്യാഗാത്. വിഷയങ്ങളെ എപ്പോഴാണോ നമ്മൾ വിടുന്നത് മനസ്സിൽ നിന്ന്, സംഘത്യാഗാത്. ഒരു വസ്തുവിനോട് നമുക്ക് ഒട്ടലില്ലാതെ കണ്ടിരിക്കുക. അങ്ങനെ വന്നാൽ ആ ഭഗവത് ഭക്തി ഉണ്ടാവും. വിഷയങ്ങളോടുള്ള സംസർഗമാണ് ഭഗവത് ഭക്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ചിന്തിക്കുന്ന ആൾക്ക് വളരെ എളുപ്പമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ദുഃഖസ്വരൂപങ്ങളല്ലേ, നിത്യാനന്ദ സ്വരൂപമല്ലേ ഭഗവാൻ. അപ്പൊ ദുഃഖസ്വരൂപങ്ങളായ വിഷയങ്ങളെ ആരെങ്കിലും ആഗ്രഹിക്കുമോ? അതുകൊണ്ട് അതിൽ വിരക്തി വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഭഗവാനിൽ പരമമായ ഭക്തി ഉണ്ടാവും. അപ്പൊ എല്ലാ വിഷയങ്ങളും അതൊക്കെ തുച്ഛമായ വിഷയസുഖങ്ങൾ, അതിലെന്ത് സുഖരിക്കണത്? വെറുതെ തെറ്റിദ്ധരിക്കല്ലേ വാസ്തവത്തിൽ. അതുകൊണ്ട് ആ വിഷയങ്ങളെ വിടാണ്. ശിവലോക നാഥനെ കണ്ട് സേവിത്തിടുവാരേ, ശിവലോക നാഥനെ കണ്ട് സേവിത്തിടുവാരേ. ശിവലോകനാഥനെ കണ്ട് സേവിക്കാം, നിങ്ങൾ വരൂ, ആ പരമേശ്വരനെ കണ്ട് സേവിക്കാം എന്ന് പറയാണ്. എന്താ അതിന്റെ ശിവന്റെ കേമത്തം? അല്പസുഖത്തെ നിനത്തോം നാം അരൻ തിരുവടി മറന്തോ, കൽപ്പിതமான പ്രപഞ്ചം ഇതേ കാനൽ ജലം പോലെ എണ്ണി. ശിവലോക നാഥനെ കണ്ട് സേവിത്തിടുവാരേ, അല്പസുഖത്തെ നിനത്തോം. നമ്മൾ തുച്ഛങ്ങളായ വിഷയസുഖങ്ങളിൽ ഭ്രമിക്കുകയാണ്. എന്നിട്ടോ അരൻ തിരുവടി മറന്തോ, ആ ഭഗവാന്റെ പാദപത്മങ്ങളെ നമ്മൾ മറന്നു. നമ്മൾ ഈ തുച്ഛങ്ങളായ വിഷയങ്ങളിൽ ഭ്രമിച്ചിട്ടേ. കൽപ്പിതமான പ്രപഞ്ചം ഇതൈ കാനൽ ജലം പോലെ എണ്ണി. ശിവലോക നാഥനെ കണ്ട് സേവിത്തിടുവാരേ. കൽപ്പിതமான പ്രപഞ്ചം, ഇത് വേറൊരു സാങ്കല്പികമാണ് പ്രപഞ്ചം, നമ്മളെ മനസ്സിന്റെ സങ്കല്പമാണ്. അത് കാനൽ ജലം പോലെ. കാനൽ ജലം പറഞ്ഞ മൃഗമരീചിക. ദാഹിക്കുന്ന മൃഗങ്ങൾക്ക് അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉണ്ടെന്ന് തോന്നും. അത് ഈ മണലില് സൂര്യപ്രകാശം തറച്ചിട്ട് ഈ വെള്ളമാണ് തോന്നുന്നത്. എന്നിട്ട് ഓടാണ് വെള്ളം. അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ദൂരത്താ തോന്നും വെള്ളം. ഓടി ഓടി ക്ഷീണിക്കാനാണ്, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് ഈ വിഷയസുഖങ്ങൾ. ഇത് സുഖമൊന്നുമല്ല, സുഖാണെന്നുള്ള ഭ്രാന്തിയാണ്. എന്നിട്ട് ഓടി ഓടി പിന്നാലെ പോകുന്നിട്ട് ക്ഷീണിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെ വിട്ടിട്ട് ഭഗവാനെ ആശ്രയിക്കൂ എന്ന് പറയാം. കാരണം അവിടെയാണ് പരമാനന്ദം ഇരിക്കുന്നത്. അതിനുള്ള ആ മനസ്ഥിതി അല്ലെങ്കിൽ ആരോഗ്യം നമുക്ക് ഭഗവാൻ തന്നു. പക്ഷെ നമ്മളത് ഭഗവാനെ ഭജിക്കാൻ ഉപയോഗിക്കുന്നില്ല. മാനേട ജന്മം കൊടുത്താർ തന്നെ വണങ്ക കരങ്ങൾ കൊടുത്താർ തേനും പാലും പോലെ சென்று തേര അടിയിൽ നിന്നുകൊണ്ട് ശിവലോക നാഥനെ കണ്ട് സേവിത്തിടുവാരേ. മാനിട ജന്മം കൊടുത്താർ തന്നെ വണങ്ക കരങ്ങൾ കൊടുത്താർ. മനുഷ്യജന്മം നമുക്ക് തന്നു, ഭഗവാനെ ഭജിക്കാനുള്ള ബലിഷ്ഠങ്ങളായ കരങ്ങൾ തന്നു. പക്ഷെ ഭഗവാനെ ഭജിക്കണില്ല, തുച്ഛങ്ങളായ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു, എന്നിട്ട് നിത്യനരകം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വിട്ടിട്ട് ഭഗവാനെ ഭജിക്കും എന്ന് പറയാം. ഇതൊക്കെ ദുഃഖസ്വരൂപമാണ് എന്നറിഞ്ഞാൽ പിന്നെ ഭഗവാനെ ഭജിക്കും. ഭഗവാനെ ഭജിച്ച ഭക്തി ഉണ്ടായാൽ ആ ആനന്ദം പറഞ്ഞറിയിക്കുന്നു വയ്യ. മൂക ആസ്വാദനവത് എന്നാണ് നാരദ ഭക്തി സൂത്രം. മിണ്ടാൻ വയ്യാത്ത ആള് മധുരമായിട്ടുള്ളൊരു ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ അതിന്റെ സ്വാദ് മറ്റുള്ളവരോട് പറയാം? മിണ്ടാൻ വഹിക്കുന്നവർക്ക് തന്നെ പറ്റില്ല. വിശിഷ്ടമായിട്ടുള്ളൊരു പലഹാരം നമ്മളെ വായിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാ ചോദിച്ചാൽ
എങ്ങനെയുണ്ട്, ലഡുവാണോ ഇതന്നെ നല്ലത്, എന്താ അതിന് വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്നാം തരം എന്ന് വരെ പറയല്ലാണ്ട് അതിനെ വ്യക്തമായിട്ട് പറയാൻ വയ്യ. മിണ്ടാൻ വയ്യെങ്കിലോ പിന്നെ പറയാൻ വേണ്ട. അതുപോലെയാണ് ആ ഭക്തിയുടെ മാധുര്യം അനുഭവിച്ച ഒരു ഭക്തനുണ്ടല്ലോ, യാതൊരു പ്രകാരത്തിലുള്ള ഭയവുമില്ല. കാരണം ഭഗവാനാണ് എൻ്റെ രക്ഷിതാവ്, അതിൻ്റെ ആനന്ദം എത്രയാണെന്ന് പറയാൻ വയ്യ. ആ ഒരു ഭക്തി ഉണ്ടായി. അതുകൊണ്ട് ആ പൊടിമണ്ണിൽ കിടന്ന് ഉരുളാണ് അക്രൂരൻ. പൊടിയൊക്കെ എടുത്ത് തലയിൽ വാരിപ്പൂശ മേലെ. കാരണം ഭഗവാന്റെ പാദവിന്യാസം പതിച്ച മണ്ണാണ്. അത്രമാത്രം ഭക്തിയുടെ പ്രതീകമാണ് അക്രൂരൻ. ആ അക്രൂരൻ മനസ്സിൽ എന്തെല്ലാം കണ്ടു. അവിടെ ചെന്നപ്പോൾ അതേപോലെ ആ ഗ്രാമത്തില് ഇവര് കുളിയൊക്കെ കഴിഞ്ഞ് മഞ്ഞ വസ്ത്രവും നീല വസ്ത്രവും ധരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. താൻ മനസ്സിൽ കണ്ട ആ മനോരഥങ്ങളെല്ലാം സഫലങ്ങളായി. മനസ്സിൽ വിചാരിച്ചതുപോലെ അവർ തന്നെ കാത്തു നിൽക്കുന്നത് പോലെ അവിടെ നിൽക്കണു. അതാണ് കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ എന്താണ് സാധിക്കുക? നമ്മുടെ സങ്കല്പങ്ങളൊക്കെ സത്യസങ്കല്പങ്ങളായിട്ട് തീരാണ്. അങ്ങനെ ഭഗവാൻ വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. കുശലപ്രശ്നമൊക്കെ ചെയ്തു, പല കാര്യങ്ങളും പറഞ്ഞു, പാദപൂജയൊക്കെ ചെയ്തു, വേണ്ട അദ്ദേഹത്തിന് ആഹാരമൊക്കെ കൊടുത്തു, അദ്ദേഹത്തിനെ കിടത്തി കാലമൊക്കെ ഒഴിഞ്ഞു. അങ്ങനെയാണ്. എന്നിട്ട് ആ കുശല പ്രശ്നമൊക്കെ ഒരു അതിഥി വന്നാൽ എങ്ങനെ ചെയ്യണം അതുപോലൊക്കെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചു. എന്നിട്ട് യാത്രയൊക്കെ സുഖമായാലും എന്തൊക്കെയോ വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾ പാപികളാണ്. കാരണം അവിടെ ഒരു തവണ വരാനോ അച്ഛനമ്മമാരെ എന്തെല്ലാം ദുഃഖങ്ങളാണ് ഞങ്ങളുടെ അച്ഛനമ്മമാരെ അനുഭവിച്ച ദേവകി വസുധന്മാരെ. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അനേകം പുത്രമരണം അത് അവരനുഭവിച്ചു. പിന്നെ ബന്ധനത്തിൽ പെട്ടു. ഞങ്ങൾ എന്തിനങ്ങനെ മക്കളുണ്ടായിട്ട് എന്താ കാര്യം? വാസ്തവത്തില് അച്ഛനമ്മമാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഭഗവാൻ പറയാണ്, ഭഗവാന്റെ അച്ഛനമ്മമാർക്ക് വരെ നരകമാണെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ അച്ഛനമ്മമാരുടെ കഥ പറയാനുണ്ടോ? ആലോചിച്ച് നോക്കൂ. അതാണ് ഈ ലോകം. ഏതായാലും അക്രൂരൻ എന്തിനാ വന്നെന്നുള്ള സന്ദേശം പറയാണ്. എന്നെ അവിടുന്ന് പറഞ്ഞയച്ചതാണ് കംസൻ. അവിടെ ഒരു ധനുർയാഗത്തിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം അത് കാണാം. നിങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളെ കൊല്ലാൻ അവിടെ ആ ആനയെ കോലാപേട എന്നുള്ള ആനേനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ആന തന്നെ നിങ്ങളെ കൊല്ലും. ഇല്ലെങ്കിൽ മല്ലന്മാർ, ചാണൂര മുഷ്ടികന്മാരും നിങ്ങളെ കൊല്ലും. അതിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ പറയണ്ടെന്ന് പറഞ്ഞതാണ്. പറയാൻ പറഞ്ഞതിൻ്റെ അപ്പോൾ പറയണ്ട പറഞ്ഞത് ആദ്യം പറഞ്ഞു, പിന്നെ പറയാൻ പറഞ്ഞതും പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഭഗവാൻ അറിയില്ലേ, അങ്ങനെ എല്ലാം പറഞ്ഞു. ഏതായാലും പിന്നെ നാളെ തന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. നന്ദഗോപരെ വിളിച്ചിട്ട്, അച്ഛാ അക്രൂരൻ വന്നിരിക്കണു, കണ്ടില്ലേ അച്ഛൻ, ഞങ്ങളെ കൂട്ടുകൊണ്ട് എല്ലാം പറഞ്ഞിരിക്കണു മഹാരാജാവ്. ഓ അക്രൂരൻ വന്നു. അക്രൂര, എന്തൊക്കെ വിശേഷങ്ങളെ? യാത്രയൊക്കെ സുഖമായില്ലേ? നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? എനിക്കറിയാം അക്രൂര, ഒരു ലൗകിക എന്തെങ്കിലും ചോദിക്കേണ്ട ചോദിച്ചു എന്ന് മാത്രം. നിങ്ങൾക്കൊന്നും സുഖം ഉണ്ടാവില്ല എനിക്കറിയാം. എന്നാലും വീട്ടിലൊരാൾ വന്ന ഒരു ലൗകിക ഉണ്ടല്ലോ. ഈ അറക്കാൻ വേണ്ടിയിട്ട് സീല് കുത്തിയ ആടിനോട് സുഖം തന്നെയല്ലേ ചോദിച്ചാൽ എന്താ ഇപ്പം പറയണത്? അതുമാതിരി സ്വന്തം സഹോദരിയെ വെട്ടിക്കൊല്ലാൻ ഭാവിച്ചു, സഹോദരിയുടെ മക്കളെയൊക്കെ തല്ലിക്കൊന്ന ആ കംസന്റെ ഭരണത്തിന് കീഴിൽ കഴിയുന്ന നിങ്ങൾക്ക് എന്ത് സുഖം ഉണ്ടാവില്ല എനിക്കറിയാം. എന്നാലും ചില ലൗകികയൊക്കെ ചോദിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഉണ്ണി എന്താ വേണ്ടതൊക്കെ വരേണ്ടതൊക്കെ അക്രൂരന് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും നാളെ കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞു. എന്നാൽ ഇനിയിപ്പോൾ നിവൃത്തിയില്ലല്ലോ, എന്നാൽ പുറപ്പെടുന്ന എല്ലാവരും ഇവരെ അറിയിക്കുക. എല്ലാവരും ഗോരസങ്ങൾ, പാല്, നെയ്യ് എല്ലാം എടുത്ത് തയ്യാറായിട്ട് അങ്ങോട്ട് പോവാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ സ്ത്രീകൾക്കൊക്കെ വിഷമായി. എന്തിനാ കുട്ടികളെ കൊണ്ടുപോകുന്നത്? അതൊന്നും വേണ്ട, നിങ്ങൾ പോയാൽ മതി. അല്ല, അങ്ങനെയല്ല, പറഞ്ഞ അവസ്ഥയ്ക്ക് കൊണ്ടുപോകാണ്ടിരുന്നാൽ മോശമല്ലേ? അതിന് സാരമില്ലയോ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ദിവസത്തേക്ക് വരല്ലോ, ഇങ്ങോട്ട് വരാലോ. അതെന്നാലും എന്തിനാ ഈ കുട്ടികളെ കൊണ്ടുവന്നത്? മഹാരാജാവിന് ഇപ്പം ഇവരെ കാണാനില്ല, പിന്നെ എനിക്ക് കേൾക്കണ്ട, അതൊന്നും ആവശ്യമില്ല എന്നൊക്കെ യശോദയുടെയൊക്കെ അഭിപ്രായം. അല്ല, അത് സാരമില്ലാന്നേ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരാലോ, പറഞ്ഞ അവസ്ഥയിൽ കൊണ്ടുപോകാണ്ടിരിക്കാൻ വയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് തയ്യാറാവണം. അങ്ങനെ എല്ലാ ഗോപന്മാരും ഇവരെ അറിയിച്ചു. അപ്പം എന്തെങ്കിലുമൊക്കെ ഗോരസങ്ങൾ, പാല്, തൈര്, നെയ്യ് ഒക്കെ എടുത്തുകൊണ്ട് തയ്യാറാക്കാൻ പറഞ്ഞു. അതായത് മഹാരാജാവിനെ കാണാൻ പോവാണേ. മഹാരാജാവിനെ കാണാൻ പോകുമ്പോൾ വെറും കൈയായിട്ട് പോകാൻ പാടില്ല. രക്തപാണിർന്ന ഗച്ഛേത രാജാനം ദൈവതം ഗുരും. രാജാവിനെ കാണാൻ പോകുമ്പോൾ, ഗുരുജനങ്ങളെ കാണാൻ പോകുമ്പോൾ, ക്ഷേത്രത്തിലേക്ക് ദേവന്മാരെ കാണാൻ ദർശിക്കാൻ പോകുമ്പോഴൊക്കെ വെറും കൈയായിട്ട് പോകരുത്. എന്തെങ്കിലും അവിടെ സമർപ്പിക്കാൻ കൊണ്ടുപോകണം. രക്തപാണിർന്ന ഗച്ഛേത രാജാനം ദൈവതം ഗുരും. നൈമിത്തികം വിശേഷേണ. ഈ ജ്യോത്സ്യന്മാരുണ്ട്, അവരെടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. എന്നാൽ ഫലേന ഫലമാതിശ. നമ്മൾ എന്തൊരു പഴം അവിടെ വെച്ചാൽ അത് വെച്ചിട്ട് നമ്മുടെ ഫലമൊക്കെ അയാൾ ഇങ്ങോട്ട് പറയും. അപ്പം അതുകൊണ്ട് വെറും കൈയായിട്ട് പോകാൻ പാടില്ല. അതൊക്കെ വലിയൊരു ശാസ്ത്രമാണ്. നമ്മൾ കുട്ടികളെ കാണാൻ പോകുമ്പോൾ, രോഗികളെ കാണാൻ പോകുമ്പോൾ, ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പൂവോ അല്ലെങ്കിൽ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ എന്തെങ്കിലും അവിടെ സമർപ്പിക്കാനാവണം പോകുന്നത്. മഹാരാജാവിനൊന്നും ആവശ്യമില്ല. എന്നാലും നമ്മുടെ ഭക്തിയെ പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലും ചിലത് സമർപ്പിക്കണം. അതൊക്കെ എടുത്ത് തയ്യാറാക്കാൻ പറഞ്ഞു. എല്ലാവർക്കും വിവരം കൊടുത്തു. കേട്ടവർ പോകാനായിട്ട് തയ്യാറായി. ഗോപസ്ത്രീകൾ ഇത് അറിഞ്ഞപ്പോൾ ആകെ വിഷമത്തിലായി. അയ്യോ, കൃഷ്ണൻ നമ്മളെ വിട്ടു പോയാൽ ഇനി കിട്ടില്ല, എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇത്രയും കാലം കിട്ടിയതില്ല. അവർക്ക് സങ്കടം സഹിക്കാൻ വയ്യ.
അവരൊക്കെ വന്നിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും തയ്യാറായി, വണ്ടിയൊക്കെ കെട്ടി അവരൊക്കെ പാടെ തയ്യാറായി പോവുകയാണ്. എന്നാൽ പോകുമ്പോൾ യാത്ര പറയും, അല്ലെങ്കിൽ തടുത്താൻ അക്രൂരനാണ് അത്ര. ഇവനെ പോലെ ക്രൂരനായിട്ട് ലോകത്ത് ഒരാളുണ്ട്. എന്താരായി അവൻ അക്രൂരെന്ന് പേരിട്ടത്? നമ്മളിൽ നിന്ന് അകറ്റാനായിട്ട് ബ്രഹ്മാവിനെ ശപിച്ചു. ഇവരെ ബ്രഹ്മാവ് വാസ്തവത്തിൽ ഞങ്ങളെ ഇതിനെ കൂട്ടിയോജിപ്പിച്ചത് ഭഗവാനെയും ഞങ്ങളെയും കൂടി വേർപെടുത്താനാണെങ്കിൽ ആദ്യം തന്നെ കൂട്ടിയോജിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ബ്രഹ്മാവിനെ ചീത്ത പറയണു. അക്രൂരനാണ് ഇപ്പോൾ എന്നോളം ക്രൂരനായിട്ട് വേറെടുത്തല്ല. അല്ലെങ്കിൽ തടുത്താൽ എന്താ സമ്മതിക്കേണ്ട? നമ്മൾ എന്തിനപ്പം സമ്മതിക്കണത്? പോകാൻ സമ്മതിക്കേണ്ട? ഇങ്ങനെയൊക്കെ ചിന്തകളും അവർക്ക് ആ വിരഹ ദുഃഖം സഹിക്കാൻ വയ്യ. കൃഷ്ണന്റെ കൂടെ 10-12 കൊല്ലം ജീവിച്ചിട്ട് ഒരു നിമിഷം കൃഷ്ണനെ കാണാതെ കണ്ടിരിക്കാൻ വയ്യ, സഹിക്കണില്ല. അവര് പല പ്രകാരത്തിലും നിലവിളിക്കാൻ തുടങ്ങി. എന്തിനു പറഞ്ഞു? ഏവം ബ്രുവാണ വിരഹാതുനാഭൃശം വ്രജസ്ത്രീയ കൃഷ്ണവിഷക്തമാനസാഹ. അവര് വിരഹദുഃഖം കൊണ്ട് വളരെ വിസൃജ്യലജ്ജാം രുരുദുസ്മ സുസ്വരം, ലജ്ജ വിട്ട് നിലവിളിക്കുകയാണ് ഒരു ഉച്ചത്തില്. കാരണം കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ വയ്യ, അത് ഓർക്കാൻ പോലും വയ്യ. ലജ്ജയില്ലാതെ ഒരു നിലവിളിക്കാൻ തുടങ്ങി. ഗോവിന്ദ ദാമോദര മാധവേദി, ഭഗവാന്റെ പേര് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അതായത് ദുഃഖം വരുമ്പോഴൊക്കെ എന്താ അതിന് പരിഹാരം ചോദിച്ചാൽ ഭഗവാന്റെ നാമം ജപിക്കുക തന്നെ, അല്ലാണ്ട് എന്താ ചെയ്യുക? എല്ലാവരും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ഭൂമിയിൽ ജനിച്ചവർക്കൊക്കെ ദുഃഖം ഉണ്ടായിട്ടുണ്ട്. ദുഃഖം വന്നാൽ എന്ത് ചെയ്യണം? ദുഃഖത്തെ അതിജീവിക്കാൻ എന്താ മാർഗം? ഭഗവാന്റെ നാമം ജപിക്കുക. കൗസല്യ മാതാവിന് ദുഃഖം വന്നില്ലേ? ശ്രീരാമനിൽ നിന്ന് വേറെ പിരിഞ്ഞിരിക്കേണ്ടി വന്നപ്പോൾ എങ്ങനെ ജീവിച്ചത്? നാമത്തെ ആശ്രയിച്ചിട്ട് മാത്രം. സീതാദേവിയെ കാട്ടിൽ നിന്ന് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. ലക്ഷ്മണനോ ശ്രീരാമനോ തടുക്കാനില്ല. അവസാനം എന്താ ചെയ്തത്? ആ രാമന്റെ നാമം ജപിച്ചുകൊണ്ടാണ് സീതാദേവി കാലം കഴിച്ചു കൂട്ടിയത്. അപ്പൊ ദുഃഖങ്ങൾ വരും. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ദുഃഖം വന്നിട്ടുണ്ട്. അത് ആ ദുഃഖത്തെ എങ്ങനെ അതിജീവിക്കുക? നാമജപം കൊണ്ട്. അത് ഈ ഗോപസ്ത്രീകൾക്ക് അത് എപ്പോഴും ആ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. സുഖാവസാനേ ത്യുതമേവസാരം, ദുഃഖാവസാനേ ത്യുതമേവസാരം, ദേഹാവസാനേ ത്യുതമേവ ജപ്യം, ഗോവിന്ദ ദാമോദര മാധവേദി. സുഖം അനുഭവിച്ച സുഖം അവസാനിക്കുമ്പോഴും നാമം ജപിക്കണം. കാരണം ഇനി ഈ സുഖം അവസാനിക്കരുത്, എന്നും സുഖമായിരിക്കണേ. ദുഃഖം അവസാനിക്കുമ്പോഴും നാമം ജപിക്കണം. ഇനി ഇതുപോലെയുള്ള ദുഃഖം വരരുത്. ദേഹാവസാനേ ത്യുതമേവ ജപ്യം, ദേഹം വീണു പോകുന്ന സമയത്ത്, മരണസമയത്ത് എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കണം. ഗോവിന്ദ ദാമോദര മാധവേദി, ഭഗവാന്റെ നാമം ജപിക്കുക. നാമജപത്തിന്റെ മഹത്വം ചില്ലറയൊന്നുമല്ല. എന്തൊക്കെ ദുഃഖം വന്നാലും അതിനൊക്കെ അതിജീവിക്കാൻ ഈ നാമത്തിന് ശക്തിയുണ്ട്. അത്ഭുതമാണ് ഭഗവാന്റെ തിരുനാമത്തിന്റെ ശക്തി. അതുകൊണ്ട് ആ രാമനാമത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമത്തെ നമ്മൾ ആശ്രയിക്കണം. മന്ത്രദീക്ഷ എടുത്താൽ അധികം നന്നായി. ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു നാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മളെ രക്ഷിക്കും. ആ നാമത്തിന് അത്ഭുതമായിട്ട് ഇന്ന നാമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്റെ നാമം ജപിച്ചോളൂ, ഏതായാലും വിരോധമില്ല. അങ്ങനെ രാമനാമാണ്. ത്യാഗരാജസ്വാമികളൊക്കെ രാമനാമത്തിന്റെ മഹത്വമാണ് വളരെ കേമായിട്ട്. രാമനാമം എന്ന് പറഞ്ഞാൽ അത് ഓം നമോ നാരായണായ എന്ന മഹാമന്ത്രത്തിലെ ബീജാക്ഷരമാകുന്ന രാ എന്നെടുത്തു, നമശിവായ എന്ന മഹാമന്ത്രത്തിൽ ബീജാക്ഷരമാകുന്ന മാ എന്നും ചേർത്തതാണ് രാമ എന്ന്. ഇപ്പോൾ ഒരു തവണ രാമ എന്ന് ജപിച്ചാൽ ഓം നമോ നാരായണായ എന്നും നമശിവായ എന്ന് 2 മഹാമന്ത്രങ്ങൾ ജപിച്ച പുണ്യമുണ്ട്. അതുകൊണ്ട് അത് ആ നാമം താരക മന്ത്രമാണ്. ഇനി ഈ ഭൂമിയിലേക്ക് വരേണ്ടി വരില്ല എന്ന് അത്ര മഹത്വമുള്ളത്. അതാണ് ത്യാഗരാജസ്വാമികള് രാമനാമമു ജന്മരക്ഷക മന്ത്രം താമസമൂസേയക ഭജിംപവേ മനസാ രാമനാമമു ജന്മരക്ഷക മന്ത്രമോ. ഇനി ജനിക്കേണ്ടി വരില്ല, ഈ നരകത്തിലേക്ക് ഇനി വരേണ്ടി വരില്ല, എന്നേക്കുമായിട്ട് ഇവിടുന്ന് മോചിക്കാനുള്ള മന്ത്രമാണ്. അത് ഒരു നിമിഷം വൈകാതെ അല്ലയോ മനസ്സേ ആ രാമനാമത്തെ നീ ആശ്രയിക്കുക. സോമസൂര്യ നേത്രുടൈന രാമചന്ദ്രൂനിക്ക് ശരീയവരേ രാമനാമമു ജന്മരക്ഷക മന്ത്രം താപസമൂസേയക ഭജിംപവേ മനസാ രാമനാമമു. സോമസൂര്യ നേത്രുടൈന, ചന്ദ്രസൂര്യന്മാരാകുന്ന നേത്രങ്ങളോടുകൂടിയ ശ്രീരാമചന്ദ്രന് തുല്യമായിട്ട് ഇനി വേറെ ആരെയാണ് നമ്മൾ ഭജിക്കേണ്ടത്? മഹാവിഷ്ണുവിന്റെ 2 കണ്ണുകളാണ് അത്രേ ചന്ദ്രസൂര്യന്മാർ. വേദം പറയാണ് ആ മഹാവിഷ്ണുവാണ് ശ്രീരാമനായിട്ട് അവതരിച്ചിട്ടുള്ളത്. അപ്പൊ ചന്ദ്രസൂര്യന്മാരാകുന്ന നേത്രകമലങ്ങളോടുകൂടിയ ശ്രീരാമചന്ദ്രനെ അല്ലാതെ വേറെ ആരെ നമ്മൾ ഭജിക്കേണ്ടത്? അതുകൊണ്ടല്ലേ മനസ്സ് ഒരു നിമിഷം വൈകാതെ ആ രാമനാമത്തെ നീ ആശ്രയിക്കുക എന്നാണ്. അത് കാമകോടി രൂപ രാമചന്ദ്ര കാമിത ഫലദ രാമചന്ദ്ര ജ്ഞാനസ്വരൂപ രാമചന്ദ്ര രാമ ജ്ഞാനസ്വരൂപ
രാമചന്ദ്ര ത്യാഗരാജാർച്ചിത രാമചന്ദ്ര രാമനാമമു ജന്മരക്ഷക മന്ത്രം താമസമൂസയക ഭജിംബവേ മനസ രാമനാമമൂ കാമകോടി രൂപ രാമചന്ദ്ര. കോടി കാമദേവന്മാരുടെ സൗന്ദര്യമുള്ള അല്ലേ ശ്രീരാമചന്ദ്ര. കാമിത ഫലത, എന്താഗ്രഹിച്ചുകൊണ്ട് ഭക്തന്മാര് ഭജിച്ചാൽ അതെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നു ശ്രീരാമചന്ദ്രൻ. അങ്ങനെയുള്ള രാമചന്ദ്ര ത്യാഗരാജനാൽ പരമേശ്വരനാൽ ആരാധിക്കപ്പെട്ട പരമശിവൻ സദാ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുക. ആ രാമന്റെ നാമത്തെ അല്ലയോ മനസ്സെ ഒരു നിമിഷം വൈകാതെ നീ ആശ്രയിക്കുക. അതായത് ഏതെങ്കിലും ഒരു നാമത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ജീവിതത്തിൽ ദുഃഖം വരും, ദുഃഖത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഒറ്റ വഴിയുള്ളൂ ദുഃഖത്തിന് രക്ഷപ്പെടാൻ, ഭഗവാന്റെ തിരുനാമത്തെ ആശ്രയിക്കുക. അത് മാത്രമേ ദുഃഖത്തിന് രക്ഷപ്പെടാൻ വഴിയുള്ളൂ എന്നാണ്. ഏതായാലും ഇവർ പോകുമ്പോൾ നിലവിളിച്ചു ഗോപസ്ത്രീകൾ. എന്നാൽ ഒരു യാത്ര പറയാൻ ആരെങ്കിലും പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്ന് പറയാൻ എന്തെങ്കിലും സന്ദേശം കൊടുത്തേക്ക് ആരെയും കാണാനില്ല. അവസാനം ഒരു ഗോപൻ വന്നിട്ട് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു നിങ്ങളോട് ആയാസ്യെ ഒരു വാക്ക്, ആയാസ്യം ഞങ്ങൾ വരാട്ടോ എന്ന്. കഴിഞ്ഞു. അത്രേ ഉള്ളൂ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവർക്ക് ആകെ ഇങ്ങോട്ട് സഹിച്ചില്ല. എത്രയേ ഉള്ളൂ, എത്ര കാലമായിട്ട് ഞങ്ങൾ ഒരു നിമിഷം കൃഷ്ണനെ കാണാതെ കണ്ടുപോയ ഒരര വാക്ക് ആയാസി എന്ന് മാത്രം പറഞ്ഞു. ഏതായാലും എല്ലാവരും അങ്ങോട്ട് വണ്ടി തെളിച്ച് നീങ്ങിപ്പോയി. ഗോപസ്ത്രീകൾ കരഞ്ഞും കൊണ്ട് നോക്കി നിന്നു. എന്തിനു പറയണു, പ്രഭാതത്തിലെ കാളിന്തിയുടെ അവിടെ എത്തിയപ്പോൾ ഇനി ആരൊക്കെങ്കിലുമൊക്കെ പിന്നെ കുളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കുളിയൊന്നുമില്ല പറഞ്ഞു രാമകൃഷ്ണന്മാരെ. അപ്പോൾ എനിക്ക് സന്ധ്യാവന്തനമൊക്കെ ഉണ്ടാ പറഞ്ഞ അക്രൂരനിറങ്ങി കാളിന്തിയിൽ ഇറങ്ങി മുങ്ങിയപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ രാമകൃഷ്ണന്മാരെ കാണാം. അവർ വരുന്നില്ല പറഞ്ഞല്ലോ. അപ്പോൾ പൊന്തി നോക്കുമ്പോൾ അവിടെ തേരിലിരിക്കുന്നുണ്ട്. പിന്നെ എന്താ ഇപ്പം ഞമ്മടെ കണ്ടത്? രണ്ടാമത് മുങ്ങിയപ്പോൾ വൈകുണ്ഠത്തിലാണ് കണ്ടത്. സാക്ഷാ ആനന്ദപര്യങ്കത്തിനെ ശയിക്കുന്ന മഹാവിഷ്ണുവിനെ അനേകം അനുചരന്മാരോടുകൂടി കാണുകയാണ്. അതായത് വൈകുണ്ഠം കാണിച്ചു കൊടുക്കുകയാണ്. ഈ വൈകുണ്ഠവതിയാണ് ശ്രീരാമചന്ദ്രൻ ബോധ്യപ്പെടുത്തി. അപ്പോഴങ്ങോട്ട് അത്ഭുത പരതന്ത്രനായിട്ട് അക്രൂരനും പ്രദർശനം വെച്ച് നമസ്കരിച്ച് സ്തുതിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രോമാഞ്ചത്തിൽ മുഴുകിയിട്ട് അദ്ദേഹം കുളി കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ ഇവര് തേരിൽ തന്നെ ഇരിക്കുകയാണ്. കണ്ടപ്പോൾ എന്താ അത്ഭുതം വല്ലതും ഉണ്ടായോ? എന്താ വല്ലാതെ രോമാഞ്ചമൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താ അത്ഭുതം അല്ലാണ്ട് ഇവിടെ എന്താ ഉള്ള ഈ ലോകത്തിലും പരലോകത്തിലും എവിടെ നോക്കുന്നിടത്തും ഒക്കെ അങ്ങയുടെ അത്ഭുതമല്ലാണ്ട് എന്താ ഉള്ളത് എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. ഏതായാലും അവർ യാത്ര ചെയ്ത് അങ്ങനെ മധുരയിൽ എത്തിച്ചേരാനുണ്ടായത്. മധുരയിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോൾ അക്രൂരനെ യാത്രയാക്കി. അക്രൂര നീ പോയിട്ട് അങ്ങനെ പറ്റില്ല, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് വേണം. അത് വരാം, വന്ന കാര്യം കഴിയട്ടെ, എന്നിട്ട് വരുന്നുണ്ട്. അത് വന്ന കാര്യം കംസവധാണ്, അത് കഴിഞ്ഞിട്ട് ആവാന്ന് പറയാണ്. ഏതായാലും അക്രൂരൻ ഇവരെ വിട്ടിട്ട് അക്രൂരൻ പോയിട്ട് മഹാരാജാവിനെ വിവരം അറിയിച്ചു. മഹാരാജാവിന് സന്തോഷമായി. ഏതായാലും വന്നെത്തിയല്ലോ ഇവര് എന്നുള്ള സന്തോഷമായി. ഇനിയിപ്പോൾ അധികം താമസമില്ല, എല്ലാവരെയൊക്കെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ അവരെ കൊല്ലണം, ആ ആനയെ അവിടെ തയ്യാറാക്കി നിർത്തണം, പിന്നെ യാഗശാലയിലേക്കൊന്നും അവരെ കിടക്കാൻ സമ്മതിക്കരുത്, ഇങ്ങനെയൊക്കെ അവരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏതായാലും ഇവര് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ ഇവിടെയൊക്കെ പട്ടണമൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നുകയാണ്. അപ്പോൾ അച്ഛാ ഞങ്ങൾ ഈ ഇവിടെ പട്ടണമൊക്കെ ഒന്ന് കണ്ടു. അയ്യോ അത് രാജസ്ഥാനാണ്, അങ്ങോട്ടൊന്നും പോരാ, അവിടെ രാജഭടന്മാരുണ്ടാവും, നിങ്ങളെ പിടിച്ചുകൊണ്ടു. അതിന് ഞങ്ങൾ അങ്ങോട്ടൊന്നും ഞങ്ങളിവിടെ ഒന്നിങ്ങനെ ഇറങ്ങി അത്രേ പോകാവൂ. ആരെ കംസനെ കൊല്ലാൻ വന്നവരോടെ ഈ പറയണത്. ഏതായാലും ഇവരിറങ്ങി. ഇവരപ്പോഴേക്ക് അവിടെ വള്ളവരൊക്കെ കേട്ടിട്ടുണ്ട്. രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ അക്രൂരൻ പോയിട്ടുണ്ടായി. അക്രൂരൻ തനിച്ച് വന്നപ്പോൾ ഇവർക്ക് ഒട്ടും അങ്ങോട്ട് തൃപ്തിയായില്ല. ഒറ്റയ്ക്കാണ്. അപ്പോൾ രാമകൃഷ്ണന്മാരില്ലേ വരുന്നുണ്ട്, കോട്ടയുടെ പുറത്ത് നിൽക്കുന്നുണ്ട്, ഇന്ന് വരും ഇല്ലെങ്കിൽ നാളെ വരും എന്നൊക്കെ അക്രൂരൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇവരൊക്കെ പല പദാർത്ഥങ്ങളും കയ്യിലെടുത്ത് ഭഗവാൻ അർപ്പിക്കാനായിട്ട് പലതും പഴങ്ങളും പൂക്കളും ഒക്കെ കയ്യിലെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാമകൃഷ്ണന്മാരെ കണ്ടതോടുകൂടി അവരങ്ങോട്ട് ഭക്തി കൊണ്ട് പരതന്ത്രരായിട്ട് അവരെന്തൊക്കെ കൊണ്ട് സമർപ്പിക്കേണ്ടതെന്ന് ശരി. അതാ രാമകൃഷ്ണന്മാർ വരുന്നു. ബഹളമായി. എല്ലാവരും രാമകൃഷ്ണന്മാരെയും ഒരു നോക്ക് കാണാൻ കൊതിച്ച് എത്രയോ കാലമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ കംസനെ പേടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ലേ. കണ്ടു കഴിഞ്ഞപ്പോൾ ഈശ്വര ഇത്രയും കാലം നമുക്ക് കാണാൻ സാധിച്ചില്ലല്ലോ, ആ ഗോപസ്ത്രീകളുടെ ഒരു ഭാഗ്യം ഇവരെ ദിവസേന കാണാൻ സാധിച്ചോളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരങ്ങനെ കണ്ടുകൊണ്ട് പാനം ചെയ്യുക, കുടിക്കുകയാണ് വാസ്തവത്തിൽ. അങ്ങനെ അവരൊക്കെ ഓരോരുത്തരും ഓരോ വേഷം കെട്ട്, ചിലർ മേക്കാട് കാണാൻ, ചിലർ വേറെ ഒന്നാണ്. അപ്പോഴേക്ക് രാമകൃഷ്ണന്മാർ വണ്ട കേട്ടോ പിന്നെ അതൊന്നും നോക്കിയില്ല. ഒക്കെ വ്യത്യസ്ത വസ്ത്രാഭരണങ്ങളൊന്നും നോക്കാണ്ട് ഓടി വന്നവരെ എല്ലാവരും ഈ ഭഗവാനെ കണ്ടു. അതിൽ ബ്രാഹ്മണ ക്ഷത്രിയരെ വൈശ്യര ശൂദ്ര എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭഗവാനെ കണ്ട് ആദരിച്ചു. ഭഗവാന്റെ ആ ഗോപസ്ത്രീകളുടെ ഭാഗ്യത്തെക്കുറിച്ച് പുകഴ്ത്തൊക്കെ ചെയ്യാണ്. അങ്ങനെ കഴിഞ്ഞ് കുറച്ച് നേരം ദൂരെ അങ്ങനെ പോയപ്പോൾ ഒരലക്കുകാരൻ ഇങ്ങനെ വരുന്നുണ്ട്, കുറേ ബാണ്ണക്കെട്ടൊക്കെ ഇട്ട്. അയാളുടെ പിന്നാലെയുണ്ട് കുറേ ആളുകൾ ബാണ്ണക്കെട്ടൊക്കെ ഇട്ട്. കണ്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇതെന്താ കണ്ടാൽ മനസ്സിലാവില്ല, ഇത് വസ്ത്രങ്ങൾ അലക്കിയതാണ് മനസ്സിലാവില്ല. അവന് ചുണ്ടി വന്നു, അവൻ കംസന്റെ പക്ഷപാതിയാണ്.
ഈ അതുമല്ല ആളുകളൊക്കെ ഈ രാമകൃഷ്ണന്മാരെ ബഹുമാനിക്കാൻ കണ്ടപ്പോൾ അവന് ഭയങ്കര ദേഷ്യം. എന്താ പറ്റി കാണിക്കണത്, ഈ രണ്ട് ഇടയച്ചക്കന്മാർ ഇവിടെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശുണ്ടിയാണ്. അപ്പം അതാണ് എന്താ ചോദിച്ചാൽ, അത് വസ്ത്രങ്ങളാണ്, മഹാരാജാവിൻ്റെ പട്ടുവസ്ത്രങ്ങളാണ്, കണ്ടറിയില്ലേ? ഓ അതെ, പട്ടുവസ്ത്രങ്ങളാണോ, ഞങ്ങൾ ഒന്ന് കണ്ടിട്ടില്ലേ, ഞങ്ങൾക്കൊന്ന് തരുമോ? ഞങ്ങൾ രാജാവിൻ്റെ വസ്ത്രമാണ് അപഹരിക്കാൻ നോക്കണത്. അഞ്ഞ് ഒരു തവണ കൂടെ പറഞ്ഞാൽ അവന് കലശലായിട്ടും കൊണ്ട് ശുണ്ടി വന്നു. അത് പറയുന്ന ഒറ്റ അടിയാണ്. അവൻ്റെ കഥ അപ്പം തന്നെ കഴിച്ചു. അവൻ ആ കെട്ടൊക്കെ വീണ് അവൻ അപ്പം പിന്നെ കൂടെ പിന്നാലെ വന്നവരൊക്കെ ബണ്ണക്കെട്ടൊക്കെ ഔട്ടിട്ട് പ്രാണഭയം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ വസ്ത്രക്കെട്ടൊക്കെ തുറന്നു, അതിൽ വസ്ത്രം നല്ലതൊക്കെ നോക്കിയെടുത്തു. ഗോപ കുട്ടികളോടൊക്കെ എടുത്തോളൂ, ആർക്കാ വേണ്ടച്ചെടുത്തോളൂ. ഇവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവനെന്താ അവകാശം, എൻ്റെ അമ്മാമൻ്റെ വസ്ത്രങ്ങളല്ലേ, അമ്മാമൻ്റെ അധികാരം പറഞ്ഞിട്ടേ കംസന്റെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താ വേണ്ടച്ചെടുത്തോളൂ. വസ്ത്രങ്ങളൊക്കെ ഓരോരുത്തർക്ക് എടുത്തു കൊടുത്തു. അതായത് ഈ രാമായണത്തില് സീതയെ പറ്റിയിട്ട് അപവാദം പറഞ്ഞല്ലോ ഒരു അലക്കുകാരൻ, എന്നിട്ടാണല്ലോ സീതയെ ഉപേക്ഷിക്കണ ശ്രീരാമൻ. ആ അലക്കുകാരനാണ് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും കൊടുത്താതെ എവിടെയെങ്കിലും കിട്ടും എന്നുള്ളതാണ്. അതാണ് എന്തെങ്കിലുമായിട്ട് അവശ്യം അനുഭോക്തവ്യം കൃതം കർമ്മശുഭാശുഭം. കഴിഞ്ഞ അവതാരത്തിലാണ് ആ സീതയെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് സീതയെ ഉപേക്ഷിക്കാൻ കാരണമായത് ഈ അലക്കുകാരൻ്റെ വാക്ക് കേട്ടിട്ട്. അതാണ് അലക്കുകാരന് കൂലിപ്പ കൊടുത്തത്. അത് കഴിഞ്ഞ് ഇതൊക്കെ കണ്ടു, തുണിക്കെട്ടൊക്കെ താഴെയിട്ട് അവരൊക്കെ ഓടി. അപ്പോൾ ഒരു തുന്നക്കാരനുണ്ട്, അവനും ഈ കംസപക്ഷവാദി തന്നെ. പക്ഷേ ഇത് കണ്ടപ്പോൾ അവന് പേടിയായി, അടിച്ച് എല്ലാവരൊക്കെ പേടിച്ചോടി. അവൻ്റെ കടയിൽ നിന്ന് നല്ല വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ വേണ്ടതല്ല, അപ്പോൾ വസ്ത്രം കിട്ടി, ഇനി ഉടുപ്പ് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ നല്ല ഉടുപ്പുകളൊക്കെ അവൻ എടുത്തു കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ടൊരു മാലാകാരനുണ്ട്, നല്ല ഭക്തനാണ്, സുധാമാവ് എന്ന് പറയുന്ന മാലാകാരൻ. അങ്ങോട്ട് ചെന്നു ഭഗവാൻ. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ അങ്ങോട്ട് ചെല്ലാം. എന്നിട്ട് അയാൾ അദ്ദേഹത്തിൽ നിന്ന് നല്ല മാലകളെ ബൊക്കകളെ എല്ലാം സ്വീകരിച്ചു. ആ അലക്കുകാരനെ മാലാകാരനെ അനുഗ്രഹിച്ചു. ഭക്തിയും ഭക്തന്മാരിൽ മൈത്രി ഉണ്ടാവും, സകല ചരാചരങ്ങളിലും ദയുണ്ടാവും, ഇങ്ങനെ ഐശ്വര്യം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞൊക്കെ അനുഗ്രഹിച്ച് അവിടുന്ന് പോകുന്നു. അങ്ങനെ കുറേ ഇങ്ങോട്ട് പോന്നപ്പോഴാണ് ത്രിവക്രയെ കാണുന്ന കുബ്ജ മുക്കൂനി 3 വളവുള്ള ഒരു സ്ത്രീയാണ്. അവളിങ്ങനെ വരുന്ന കണ്ടു. രാംസന്റെ രാജധാനിയിലേക്ക് കുറിക്കൂട്ട് കൊണ്ടുപോകുന്നവളാണല്ലോ. അവളെ കണ്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു, നീ ആരാണ്? കാത്തും വരോർ വേദരുഹാനുലേപനം കസ്യാങ്കനേവാ കഥയസ്വ സാധു നഹ. കാത്തും വരോരു, അല്ലേ സുന്ദരി നീ ആരാണ്? സുന്ദരി 3 വളവാ ശരീരത്തിന്. മുക്കൂനി എന്ന് വിളിച്ച് കുട്ടികളൊക്കെ കളിയാക്കും. ത്രിവക്ര എന്നാണ് പേര് സംസ്കൃതത്തിലെ. മലയാളത്തിൽ മുക്കൂനി പറഞ്ഞ കുട്ടികൾ കളിയാക്കും. 3 വളവാ. അവളെയാണ് സുന്ദരി എന്ന് വിളിച്ചത്. അവക്കെന്നെ ചിരി വന്നു സുന്ദരി എന്ന് വിളിച്ചപ്പോഴേ. കാത്തും വരോരു, ആരാ സുന്ദരി, നീ ആരാണ്, എന്താണ് നിന്റെ ജോലി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, ദാസ്യസ്മ്യഹം സുന്ദര കംസസമ്മത ത്രിവക്രനാമാഹി അനുലേപകർമ്മണി. ഞാനല്ല സുന്ദരി, അങ്ങാണ് സുന്ദരൻ. അതാണ് മറുപടി. ഞാൻ ത്രിവക്ര എന്നാണ് പേര്. കംസന്റെ രാജധാനിയിലേക്ക് കുറിക്കൂട്ട് കൊണ്ടുപോയി കൊടുക്കുന്നവളാണ് ഈ കുറിക്കൂട്ട്. അതെന്താ കുറിക്കൂട്ട പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് എത്ര ശുണ്ഠി എടുത്തിരിക്കുകയാണെങ്കിലും എൻ്റെ കുറിക്കൂട്ടം അങ്ങോട്ട് കിട്ടിയാൽ സന്തോഷമായി. ഇനി ഒരു ദിവസം ഇത് കിട്ടിയില്ല വെച്ചാലോ കംസന് വലിയ വിഷമാണ്. അങ്ങനെ അതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു. അതെയോ, അത്ര കേമല്ലേ, നല്ല സുഗന്ധമുണ്ടേ, എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് തരുമോ ചോദിച്ചു. നിങ്ങൾക്കല്ലേ തരേണ്ടത്, മുഴുവനും ഇങ്ങോട്ട് കൊടുത്ത് അവൾ തന്നെ എടുത്തിട്ട് മേലെ ഇങ്ങോട്ട് പൂശി കൊടുത്തു എന്നാണ് പറയണത്. അത്ര ഭക്തിയാണ്. ഇന്നെങ്കിലും ഇവർക്ക് ഇത് സമർപ്പിക്കാൻ സാധിച്ചുവല്ലോ ഭഗവാന്റെ പാദത്തിൽ. നല്ല സന്തോഷം കൊണ്ട് ആ കുറിക്കോട്ടൊക്കെ കൊടുത്തു. അതോടുകൂടി ഭഗവാൻ എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് വെറുതെ ആവില്ലല്ലോ. നമ്മൾ ക്ഷേത്രത്തിലായാലും എവിടെയായാലും എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ പിന്നെ ഭഗവാന്റെ ചുമതലയെ നമ്മളെ അനുഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഈ ഭഗവാൻ സുന്ദരി എന്നല്ലേ വിളിച്ചത്, ആ വാക്ക് സത്യാക്കണ്ടേ. ഭഗവാൻ ചെന്ന് അവളുടെ 2 ഞെരിയാണിയും ചവിട്ടി പിടിച്ച് 2 കപ്പളായും പിടിച്ച് ഒന്നും കിട്ട് പൊന്തിച്ചതോടുകൂടി 3 വളവും കിടന്നു പോന്നു. സുന്ദരി എന്ന് വിളിച്ചത് അങ്ങോട്ട് സത്യമായി. ഭഗവാന്റെ വാക്ക് കളവാവാൻ പറ്റുമോ? സുന്ദരിയായി. അവിടെ നിന്ന് എന്താ നിനക്ക് വരാൻ വേണ്ടതാ ചോദിച്ചു. വരാൻ വേണ്ടത് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിലിടയ്ക്കൊക്കെ നിങ്ങൾ വന്നാൽ മതി, എനിക്ക് അതാണ് സന്തോഷം എന്ന് പറഞ്ഞു. വേറെ എന്താ വേണ്ടത്? നിങ്ങളെ തന്നെ എനിക്ക് വേണ്ടത്. ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നാൽ മതി. എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയാൻ തോന്നിയില്ല. അപ്പോട്ടെ ഞാൻ വരാം, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അതാണ് അത് ഈ ചോദിക്കാൻ. ഭഗവാൻ തന്നെ നേരിട്ട് വന്നാലും ചോദിക്കേണ്ടത് ചോദിക്കാൻ അറിയണ്ടേ. ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പിന്നെ അവിടുത്തെ വീട്ടിൽ പോകണ്ട, അവരുടെ സന്താനം ഉണ്ടാകേണ്ട, അങ്ങനെ കഥ പോകണ്ട. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ആരാണ് ഈ ത്രിവക്ര എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ ശൂർപ്പണഖയാണ്. ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരെ കണ്ട് മോഹിച്ചുവല്ലോ. ആ മോഹം സാധിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഈ കൃഷ്ണൻ പിന്നെ ഈ ത്രിവക്രയുടെ വീട്ടിൽ പോകുന്നു, അവരിലൊരു സന്താനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ പൂർവ്വജന്മത്തിൽ പോലും ചെറിയൊരു ആഗ്രഹം മനസ്സിൽ വെച്ചാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ സഫലമാകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമമാണത്. അത് സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ള പറഞ്ഞത്. ഏതായാലും അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ പോയപ്പോഴാണ് ഈ യാഗശാല എവിടെ എന്ന് കേട്ടു. അപ്പോൾ യാഗശാല അത് ഇവിടെ അടുത്ത് തന്നെ കാണുന്നു, ആ ശാല അവിടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അപ്പോൾ കാവക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. യാഗശാല വില്ല് വെച്ച് പൂജിക്കുന്ന സ്ഥലമാണ്. അത് കണ്ട് തൊഴിലല്ലാണ്ട് തൊടാനൊന്നും പാടില്ല.
രാമകൃഷ്ണന്മാരെ അവിടെ ചെന്നപ്പോൾ ഭടന്മാരൊക്കെ അവര് കേമായിട്ട് അങ്ങ് കയറിയപ്പോൾ ഭടന്മാരൊക്കെ ഇട്ട് വഴി മാറി. ഇവരുടെ ആ തേജസ് കണ്ടിട്ട് അകത്ത് കടന്നു. എന്താ നീ തടുക്കാൻ, എന്നോടല്ലേ തടുക്കാൻ പറഞ്ഞത്? ഇവര് തമ്മിൽ വഴക്കായി. അവരകത്ത് കടന്നു. അകത്ത് കടന്നു എന്നല്ല, വില്ലെടുത്തു. വില്ല് തൊടാൻ പാടില്ലേ. അയ്യോ വില്ല് തൊട്ടു. വില്ല് എടുത്തു മാത്രമല്ല, അത് കൊലയ്ക്കാൻ നോക്കിയപ്പോൾ അത് പൊട്ടി 2 കഷ്ണമായി. അയ്യോ വില്ല് പൊട്ടിച്ചു. ഭയങ്കരമായ ശബ്ദത്തിൽ വില്ലങ്ങോട്ട് പൊട്ടി. എന്തിനു പറഞ്ഞു? ആരൊക്കെയോ എതിർക്കാൻ വന്നു. അവരൊക്കെ ഈ വില്ലുകൊണ്ട് തല്ലിപ്പോന്നു. എന്നിട്ട് ഈ വിവരം കംസനറിയാം. കംസൻ കിട്ടുകെട്ട പറച്ചു. ഈ 2 കുട്ടികൾ വന്നിട്ട് ഒരുപാട് ആളുകൾ സ്വീകരിച്ചു. ഇരിക്കട്ടെ, നാളത്തെ കഴിയട്ടെ, ഇവരെ കാര്യം കേട്ടെ, എന്നിട്ട് അവർക്ക് വേണ്ടത് കൊടുത്തോളാം. അതായത് ആരൊക്കെയാണോ രാമകൃഷ്ണന്മാരെ സ്വീകരിച്ചത് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കേണ്ട. നാളെ ഇവരെ കൊന്നു കഴിയുമല്ലോ, എന്നിട്ട് കൊടുക്കേണ്ടതെന്നാണ് കംസൻ പറയണത്. ഏതായാലും വില്ല് പൊട്ടിച്ചു എന്നങ്ങോട്ട് അറിഞ്ഞപ്പോൾ കെട്ടുകെട്ട പറച്ചു. എന്തൊക്കെ ഉണ്ടാവാൻ. ഏതായാലും എതിർത്തവരെയൊക്കെ കൊന്നു. കംസൻ ഉറക്കല്ലാതെ ഉണ്ടായി. ഇത് കേട്ടതോടുകൂടി കംസൻ അപ്പപ്പ വിവരങ്ങൾ അവിടെ രാജാവ് പറയണ്ടേ. കിടന്നാ ഉറക്കമല്ല, പേടിയാവുകയാണ്. വാതിലടച്ച വാതിലിന്റെ പുറത്ത് രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ടാവുമോ? അവസാനം ചാണൂരാ മുഷ്ടിയ, നിങ്ങൾ ഇന്ന് ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അവിടെ നിർത്തി. അകത്ത് നിൽക്കണ്ട, പുറത്ത് നിൽക്കണ്ട, നിങ്ങൾ അകത്തേക്ക് നിന്നോളൂ, അടുത്തന്നെ എന്നെ തൊട്ടുകൊണ്ട് നിന്നു. നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടെന്ന് വെച്ചാൽ എന്നെ തൊട്ടുകൊണ്ട് നിന്നോളൂ. തൊട്ടുനിട്ട് ഉള്ളുന്നാണ് പേടി വരുന്നത് ഈ രാമകൃഷ്ണന്മാരെ കുറിച്ച്. കഷ്ടം. ഏതായാലും ആ നാരദർ അതൊക്കെ ഒപ്പിച്ചത്. വാസ്തവത്തിൽ എവിടെ ദൂരെ കിടന്ന ശത്രുക്കളെ ഇവിടെ അടുത്ത് വിളിച്ചു കൊടുന്നു. ഇല്ലെങ്കിൽ ദൂരത്താണെന്നൊരു സമാധാനം. ഇപ്പൊ അടുത്തെത്തിയില്ലേ, സമാധാനമില്ല. കട്ടിന്റെ മുകളിൽ കിടക്കുമ്പോൾ പേടി. ചോട്ടിലൊറ്റ രാമകൃഷ്ണന്മാരുണ്ടാവോ, താഴെ കയറി കിടക്കും, താഴെ ഇറങ്ങി കിടക്കും. അപ്പൊ കട്ടിന്റെ മുകളിൽ രാമകൃഷ്ണന്മാരുണ്ടാവും. ഇങ്ങനെ മേപ്പട്ടും ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. താൻ നഗ്നനായിട്ട് നടക്കുക, ചാണകക്കുഴിയിൽ വീഴുക, ഇങ്ങനെ ചന്ദ്രനെ 2ആയിട്ട് കാണുക. ഇതൊക്കെ ദുർനിമിത്തങ്ങളാണ്. അതായത് കാളരാത്രി. നാളെ മരണാണല്ലോ കംസന്. മരണത്തിന്റെ തലേ ദിവസം കാളരാത്രി എന്ന് പറയും. അതുപോലെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴും ഇതുപോലെ കഴിഞ്ഞ ജന്മങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഗർഭോപനിഷത്തിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തൊക്കെ പാപം ചെയ്തു, ആ പാപത്തിന്റെ ഒക്കെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് ജനിച്ചിട്ടുള്ളതേ. അതൊക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ ഈ മരണ അവസരത്തിൽ കാളരാത്രി, മരിക്കുന്നതിന്റെ തലേദിവസം ഇനി നാളെ എന്തൊക്കെ അനുഭവിക്കാൻ പോകുന്നു അതും കാണിച്ചു കൊടുക്കും. അസ്വസ്ഥനായി കംസൻ അങ്ങനെ കഴിഞ്ഞു. എന്തിനു പറയണു, പ്രത്യേകം പറഞ്ഞു, നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു നിൽക്കണം. അവർ രാമകൃഷ്ണന്മാരെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും മല്ലന്മാരെയൊക്കെ വിളിച്ച് മല്ലരംഗമൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തിനു പറഞ്ഞു? കംസനും ഉറക്കം വരുന്നില്ല. പുലർച്ചെ രാവിലെ നീക്കണേനേക്കാൾ 2 മണിക്കൂർ മുമ്പ് ഇട്ടിരിക്കുന്നു. എവിടെ ആ മല്ലയുദ്ധത്തിന് വേണ്ടതൊക്കെ തയ്യാറാക്കാൻ പറയും. ഞാൻ കുളിക്കാൻ പോട്ടെ. എന്ത് കുളിക്കാൻ പോകണം? ആരും നീട്ടിട്ടില്ല, ഒക്കെ കിടന്നുറങ്ങും. ഇയാൾ പേടിച്ചിട്ട് കുളിക്കാൻ പോട്ടെ. കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കൊണ്ട്. എന്ത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള എണീറ്റിട്ടും കൂടിയില്ല. എന്തൊക്കെ ചിലതൊക്കെ കൊണ്ടേ കൊടുത്തു. അതൊക്കെ വാരി വലിച്ചു തന്ന് നല്ല രംഗം തയ്യാറാക്കുക. എല്ലാവരോടും ആ ഭേരി വാദ്യങ്ങളൊക്കെ മുഴങ്ങട്ടെ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരൊക്കെ ചാടിനിട്ട് മല്ലരംഗമൊക്കെ തയ്യാറാക്കി. രാമകൃഷ്ണന്മാർ അവിടെ വന്നു. നന്ദഗോപാദികളൊക്കെ അവിടെ വന്നിട്ട് കാഴ്ചദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് അവർ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിരുന്നു. അപ്പൊ അവര് പോകാൻ നേരത്തെ വിളിച്ചു. അത് കിടക്കുകയാണെങ്കിൽ നുണ്ണി നീക്കും, അതാ മല്ലവാദ്യം മുഴങ്ങിയിരിക്കും. ഞങ്ങൾ വരാന്നേ, നിങ്ങൾ പൊക്കോളൂ, നിങ്ങളൊക്കെ അവിടെ പോയി, ഞങ്ങൾ ആ മൂലയിൽ എവിടെയെങ്കിലും നിന്നോളാം എന്ന് പറഞ്ഞ് ഇവര് പിന്നാലെയാണ്. നന്ദഗോപരൊക്കെ പോയി, എല്ലാവരും പോയി. ഇവര് പിന്നാലെ നിന്ന് രാമകൃഷ്ണന്മാർ വന്നു. രാമകൃഷ്ണന്മാർ വന്നവിടെ കുലയാപീഠം എന്നുള്ള ആനയെ നിർത്തിയിട്ടുണ്ടല്ലോ കൊല്ലാൻ. ആ കുലയാപീഠം അപ്പൊ അരിയും തലയൊക്കെ മുറുക്കിയിട്ടാണ് രാമകൃഷ്ണന്മാര് ആനയുടെ മുമ്പിൽ ചെന്നിട്ട് ആനയെ വഴി മാറ്റി നിർത്തും. ആനേനെ ആളുകൾക്ക് നടക്കാനുള്ളതാണ് വഴി എന്നൊക്കെ പറഞ്ഞു രാമകൃഷ്ണന്മാരെ. ഇത് പശുക്കുട്ടിയാന്നാ വിചാരിച്ചതല്ലേ, അല്ല അതല്ലേ കണ്ട് പരിചയമുള്ളൂ. ഇത് ആനയാണ് എന്നൊക്കെ പറഞ്ഞു. മര്യാദയ്ക്ക് മാറ്റി നിർത്താൻ നല്ലതെന്നൊക്കെ പറഞ്ഞു. അവസാനം മാറ്റി നിർത്തണം. കലശലായിട്ട് ദേഷ്യം വന്നു. ആ കുവലയാപീഠത്തിന്റെ നെറ്റിത്തടത്തിൽ ഒരു അട്ടിയങ്കട്ട് അടിച്ചു. എന്നിട്ട് ഭഗവാൻ ആ ആനയുടെ കാലിന്റെ ഇടയിൽ പോയി ഒളിച്ചു. ആന 4 പുറവും തിരിഞ്ഞു കാണാനില്ല. അവസാനം തുമ്പിക്കൊണ്ട് എടുത്തിട്ട് എറിഞ്ഞ് ഭഗവാൻ തുമ്പിക്കൈ പിടിച്ചിട്ട് ആനയെ പിടിച്ചെറിഞ്ഞു. ഇങ്ങനെ ഒരുപാട് ബഹളം അവിടെ നടക്കണ്ടേ. എന്തിനു പറയണു? ഭഗവാൻ വീണപ്പോ ആന കുത്തിയപ്പോ അതിന്റെ നടുക്ക് ഭഗവാൻ കടന്നു. കുത്തിയിട്ട് കൊമ്പങ്ങോട്ട് തറച്ച് കൊമ്പ് ഊരിയിട്ട് കിട്ടില്ല. പിന്നെ ഭഗവാൻ ചാടി എഴുന്നേറ്റ് എന്തിനു പറയണു? ആ ആനയുടെ 2 കൊമ്പും കൂടെ പറിച്ചെടുത്തിട്ട് ഒന്ന് ബലരാമന്റെ അടുത്ത് കൊടുത്തു, ഒന്ന് രാമനും കൃഷ്ണനും 2 പേരും എടുത്തു. എന്നിട്ട് എതിർക്കാൻ വന്നവരൊക്കെ അതുകൊണ്ട് തല്ലിക്കൊന്നു, ആനയെയും കൊന്നു. അതും കൂടെ ആയപ്പോഴേക്കും അവിടുത്തെ കഥയൊന്നും പറയണ്ട. പേടിച്ച് പരവശന്മാരായി മല്ലന്മാരോട് പ്രത്യേകം പറഞ്ഞു. അവസ്ഥ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ചാണൂരിന്റെ മുഷ്ടികനും പറഞ്ഞു, രാമകൃഷ്ണ, നിങ്ങളെ മഹാരാജാവിന്റെ കൽപ്പനയാണ്, നിങ്ങളെ മല്ലയുദ്ധത്തിൽ സമർത്ഥന്മാരാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മല്ലയുദ്ധം ഞങ്ങളോടുകൂടി യുദ്ധം ചെയ്തിട്ട് രാജാവിനെ സന്തോഷിപ്പിക്കണം. എന്നാൽ രാജാവിനെ സന്തോഷിപ്പിക്കുന്ന പ്രജകൾക്ക് നല്ല അനുഗ്രഹം ഉണ്ടാവും. ഇല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ.
അപ്പൊ രാമകൃഷ്ണന്മാർ പറഞ്ഞു, വിരോധമില്ല, രാജാവ്, ഞങ്ങൾ രാജാവിന്റെ പ്രജകൾ തന്നെയാണ്, രാജാവിനെ സന്തോഷിപ്പിക്കാനാണ് വന്നതും. പക്ഷെ നിങ്ങളെപ്പോലെ ഇത്രയും ഭയങ്കരന്മാരായിട്ടുള്ള മല്ലന്മാരോട് ഞങ്ങൾ കണ്ടു പിഞ്ചു കുട്ടികളെ എങ്ങനെ യുദ്ധം ചെയ്യുക? ഇത് രാജാവിന്റെ സദസ്സല്ലേ, ഇവിടെ അധർമ്മം നടക്കുമ്പോൾ ആർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തുല്യ ബലവാന്മാരായിട്ട് ആരെങ്കിലും പ്രതിയോഗികളൊക്കെ തന്നാൽ ഞങ്ങൾ കഴിയും വിധം യുദ്ധമൊക്കെ ചെയ്ത് കാണിച്ചോളാം. നിങ്ങളോ കുട്ടികളോ, നിങ്ങൾ ആ കുട്ടികളെ ദുർബലന്മാർ, ഈ ആനയെ കോലയെ കിടന്നുള്ള ആനയെ തല്ലിക്കൊത്തിട്ട് വില്ലൊക്കെ പൊട്ടിച്ച നിങ്ങളാണോ കുട്ടികളെ ഞങ്ങളോട് യുദ്ധത്തിന് വരുന്നത്? അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും രാജാവിൻ്റെ ഇഷ്ടത്തെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാ പറഞ്ഞ മല്ലന്മാരോട് യുദ്ധം ചെയ്യുക. അവർ ശരിക്കും ശാസ്ത്രീയമായിട്ട് പഠിച്ചതാണ്. രാമകൃഷ്ണന്മാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്താ കാര്യം, അവരെയൊക്കെ ചുഴറ്റി എറിഞ്ഞ് എന്തിനു പറഞ്ഞു? അവർ രണ്ടാളെയും കൊന്നു ചുരുക്കി പറഞ്ഞത്. ചുരുക്കി അപ്പോൾ കംസൻ ഉയർന്ന മഞ്ചത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ കണ്ട് കിട്ടുകെട്ട വിറയ്ക്കാണ്. എല്ലാവരെയും കൊന്നു കഴിഞ്ഞാൽ പിന്നെ വന്നവരെ തല്ലിക്കൊല്ലാണ്. അവരെയൊക്കെ കൊന്നു. അപ്പം അങ്ങനെ കംസൻ കിട്ടുകെട്ട ഉറച്ചിരിക്കുന്നു. ഉടനെ ഭഗവാൻ ഈ അണിമ മഹിമ ലഖിമ ഇഷ്ടൈശ്വര്യ സിദ്ധികളുണ്ടല്ലോ, ഖനം കെട്ട് കുറച്ചിട്ട് അങ്ങോട്ട് പറക്കുകയാണ് കംസന്റെ അടുത്തേക്ക്. ഉയർന്നപ്പോൾ ഇടത്തേക്ക് കംസൻ പൊട്ടുന്ന വാളും കെട്ടെടുത്ത് വെട്ടാനായിട്ട് ആ വാളോടുകൂടി കയ്യെ പിടിച്ച് വാള് തെറിപ്പിച്ച കംസനെ വലിച്ച് താഴത്തേക്ക് ഇട്ടു. എന്നിട്ട് ഭഗവാൻ കംസന്റെ മാറത്ത് അങ്ങോട്ട് വന്നിരുന്നു. ഭയങ്കരമായ ഖനത്തിൽ ആ വീണത്തോടുകൂടി തന്നെ ശ്വാസം മുട്ടി കംസന്റെ കഥ കഴിഞ്ഞു. ഇങ്ങനെ കംസവധം വരെ അവിടെ ഇങ്ങോട്ട് കഴിയാണ്. ചാണൂരനെ മുഷ്ടികനെ എല്ലാവരെയും ഒക്കെ കൊന്ന്, അവിടെ എതിർത്തവരെ സകലരെയും കൊന്ന് അവസാനം കംസനെയും കൊന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എന്തിനു പറയുന്നു, എല്ലാവരും അതിൻ്റെ മുമ്പ് തന്നെ ഇവരെ ഈ രണ്ട് ആനക്കൊമ്പ് കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആളുകൾ കിടകിട പറച്ചു. കാരണം എല്ലാനാം അശരം നൃണാം നരവര സ്ത്രീണാസ്മരോ മൂർത്തിമാൻ ഗോപാനാ സ്വജനോ അസതാം ക്ഷിതിപൂജാം ശാസ്താസ്വ പിത്രോ ശിശു. ഓരോരുത്തർക്കും ഓരോന്നായിട്ട് കണ്ടു ഭഗവാനെ. മല്ലന്മാർക്ക് ഇട്ടിവാള് പോലെ ഇവർ ഈ ആനക്കൊമ്പ് തോള് വെച്ച് വരുമ്പോഴേ അവർ കിടകിട പറച്ചു. എല്ലാ നൃണാം നര രാജാക്കന്മാർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഞങ്ങളുടെ രാജാവാണ് ഈ വന്നത് തോന്നി. നൃണാം സ്ത്രീണാസ്മരോ മൂർത്തി, സ്ത്രീകൾക്ക് കാമദേവനാണ് ഈ വന്നത് തോന്നി. ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഭാവന ചെയ്യാണ്. ഗോപന്മാർക്ക് ഞങ്ങളുടെ സ്വന്തം കൃഷ്ണൻ, നിങ്ങളൊക്കെ മാറി നിൽക്കുന്നത് ഞങ്ങളുടെ കൃഷ്ണനാണ്. അസതാം ക്ഷിതിപൂജാ ശാസ്ത, ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക് ഞങ്ങളെ ശാസിക്കാൻ വന്നിട്ടുള്ള ആളാണ് തോന്നി. ഓരോരുത്തരും ഓരോ വിധത്തിൽ കാണുക. അതായത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചാണ്. മൃത്യുർ ഭോജപതേഹേ, കംസന് ഹന്തകനായിട്ടാണ് കണ്ടത്. അപ്പം ഹന്തകനായിട്ട് തീർന്നു. നമ്മൾ എങ്ങനെ ഭാവന ചെയ്യണോ അതുപോലെ. യാദൃശി ഭാവനായസ്യ സിദ്ധിർ ഭവതി താദൃശി. നമ്മൾ എങ്ങനെ ഭാവന ചെയ്യണോ അതിനനുസരിച്ച് സിദ്ധിയാണ് നമുക്കുണ്ടാവുക. ഏതായാലും ആ കംസവധം കഴിഞ്ഞതോടുകൂടി കംസന്റെ ഭാര്യമാരൊക്കെ വന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി. അപ്പം അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. പിന്നെ അവർ തന്നെ നിലവിളിക്കുമ്പോൾ പറയണ്ട കംസന്റെ പാപകർമ്മമാണ് കംസൻ അനുഭവിച്ചതൊക്കെ പറയണ്ട. ഏതായാലും അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. ആ കംസന് വേണ്ട കംസന്റെ 5-8 സഹോദരന്മാർ വന്നു, അവരെയും കൊന്നു. അങ്ങനെ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി. കംസന്റെ പത്നിമാരൊക്കെ വിലപിച്ചു. ആ സമയത്ത് ഭഗവാൻ വന്നവരെയൊക്കെ ആശ്വസിപ്പിച്ചു, സംസ്കാരാദികളൊക്കെ ചെയ്യിച്ചു. അച്ഛനമ്മമാരെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ട് നമസ്കരിച്ചിട്ട് അവരെ നമസ്കരിച്ച അവസരത്തിൽ അച്ഛനമ്മമാരെ മക്കളെ സ്തുതിക്കുകയാണ് ചെയ്യണത് വാസ്തവത്തിൽ. അങ്ങനെ കംസവധവും കഴിഞ്ഞു. ഇതൊക്കെ കഥാസ്വരൂപങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, കഥകളല്ലല്ലോ. കഥായിമാസ്തേ കഥിതാമഹീയസാം വിതായ ലോകേഷു യശപ്പരേയുഷ. ഈ കഥകളൊക്കെ ഭാഗവതത്തിൽ എന്തിനു പറയണു? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവാനാ. വചോ വിഭൂതിർന്നതു പാരമാർത്ഥികം. ഈ പറയുന്നതൊക്കെ പരമാർത്ഥമാണ്, അതൊന്നും ചിന്തിക്കണ്ട. ഈ ഭാഗവതം കേട്ടിട്ട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകുന്നുണ്ടോ, വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാകുന്നുണ്ടോ, അതാണ് സാധിക്കേണ്ടത്. ഇവിടെ വിരോധ ഭക്തി കൊണ്ട് തന്നെ കംസൻ ഭഗവാനെ പ്രാപിച്ചു എന്നുള്ളതാണ്. നോക്കുന്നിടത്തൊക്കെ ഭഗവാനെ കാണുകയാണ്. കാസീന സംവിശൻ ദുഷ്ടൻ ഭുജാന ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ചിന്തയാനോ ഋഷീകരം. ആ ഭഗവാനെ തന്നെ ചിന്തന. അപശ്യ തന്മയം ജഗത്, സർവത്ര ഈശ്വരമയമായിട്ട് കാണുകയാണ്. അതാണ് ഉത്തമ ഭക്തിയുടെ ലക്ഷണം. അങ്ങനെ കാണുന്നതൊക്കെ ഈശ്വരമയമായിട്ട് കാണാൻ സാധിച്ചാൽ അത് തന്നെ മഹാഭാഗ്യല്ലേ. അതാണ് നമ്മൾക്ക് എന്താ ഭാഗവതത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ ഒന്നും നമ്മൾ കാമം ക്രോധം ലോഭം ഇതൊക്കെ ശത്രുക്കളാണെന്നല്ലേ. ഒന്നും വേണ്ട, നിങ്ങളതൊന്നും ഒഴിവാക്കണ്ട, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അതൊക്കെ ഭഗവാന്റെ നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ മതി. ക്രോധമുണ്ടോ, ഭഗവാന്റെ നേരെ ഗുരുവായൂരപ്പനെ ചീത്ത പറഞ്ഞോളൂ. എന്ത് വേണം, നാട്ടുകാരെ ചീത്ത പറയരുത്, അപ്പൊ രൂപം മാറും. അപ്പൊ നമുക്ക് ദേഷ്യം വന്നാൽ ദേഷ്യമോ കാമോ ക്രോധം ലോഭം എന്തും ഭഗവാന്റെ നേരെ തിരിച്ചാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുക്തന്മാരാവാം എന്ന. കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദമേവച നിത്യം ഹരൗവിദതോ, ഇതൊക്കെ ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിച്ചാൽ യാന്തി തന്മയതാം ഹിതേ. എന്നാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോക്ഷം സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഉദാഹരണം ഗോപസ്ത്രീകൾ കാമം കൊണ്ടാണ് മുക്തകളായത്. ഭയാത് കംസ, ഓരോരുത്തർക്കും ഓരോ ഭാവം. അതൊക്കെ ഭഗവാന് സമർപ്പിച്ചാൽ അതുകൊണ്ട് തന്നെ മുക്തനാവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെ, ഇത് എന്താ ഇതിനൊക്കെ പരിഹാരം എന്താ ചോദിച്ചാലേ, ഈ ഭക്തി ഒന്നുണ്ടെങ്കിൽ
ഈ കാമത്തിനെയും ക്രോധത്തിനെയും രജോ ഗുണത്തിനെയും ഒക്കെ പരാജയപ്പെടുത്താനും ഒരാൾക്ക് മുക്തനാവാനും സാധിക്കും. ഭക്തിയുടെ മഹത്വമാണ് ഭാഗവതം പ്രതിപാദിക്കുന്നത്. അതാണ് സമ്പാദിക്കേണ്ടത്. ഏറ്റവും വലിയ ലാഭം എന്താണ് എന്ന ചോദ്യത്തിന് ഭഗവാന്റെ ഉത്തരം ലാഭോ മദ്ഭക്തിരുത്തമ. ഭഗവാനിൽ ഉറച്ച ഭക്തി നിങ്ങൾക്കുണ്ടായാൽ ജീവിതം മുഴുവൻ ലാഭമായി. ഭാഗവതം മുഴുവനെ കേട്ടു, സത്രത്തിലൊക്കെ പങ്കെടുത്തു, എല്ലാ സത്രവും മുടങ്ങാണ്ട് പങ്കെടുത്തു. ദൃഢമായ ഭക്തി ഭഗവാനിലുണ്ടായ നേട്ടം ഉണ്ടായില്ലെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. ശ്രമസ്തസ്യ ശ്രമത ഫല. കഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കാര്യമില്ല. ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവുക എന്നുള്ളത് അതാണ് പരമമായിട്ടുള്ള ലക്ഷ്യം. എന്താ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഭക്തി, അയ്യോ അദ്ദേഹത്തിനെ പോലെ ഒരു ഭക്തൻ ഈ നാട്ടിലില്ല, കണ്ടാലറിയില്ല. അതെങ്ങനെ കണ്ടാലറിയണം? കുളിക്കാതെ പച്ചവെള്ളം കുടിക്കില്ല കേട്ടോ, അതാ ഭക്തിയുടെ ലക്ഷണം. കുളിക്കാതെ പച്ചവെള്ളം കുളിച്ചാൽ പിന്നെ വൈകുന്നേരം വെള്ളം കുടിച്ചും കൊണ്ട് നടക്കും. എന്നിട്ട് ഇയാളാ ഭക്തി. ഇതല്ല ഭക്തി എന്ന് പറഞ്ഞാൽ. ഭക്തി മനസ്സിന്റെ ഭാവമാണ്, പുറമേയുള്ള വേഷം കെട്ടല്ല. ഒരാൾ ധാരാളം ഭസ്മക്കുറി തൊട്ട് രുദ്രാക്ഷമാല, പരമഭക്തൻ കണ്ടാലറിയില്ലേ? എങ്ങനെ കണ്ടാലറിഞ്ഞ? ഭക്തി മനസ്സിന്റെ ഭാവമല്ലേ. പുറമെ ആർക്കാ രുദ്രാക്ഷം ധരിച്ചുകൂടാത്, ആർക്കാ ഭസ്മക്കുറി തൊട്ടുകൂടാത്? അതാർക്കും ആവാം. നമ്മുടെ മനസ്സ് പരിശുദ്ധമാകണം, എപ്പോഴും ശാന്തമായിട്ടിരിക്കണം. ശാന്തിരൂപാത് പരമാനന്ദരൂപാച്ച. ഭക്തന്റെ ലക്ഷണം എപ്പോഴും ശാന്തനാവും, എപ്പോഴും പരമാനന്ദമാണ്. അയാൾ ഭസ്മക്കുറിയൊക്കെ പൂശി അപ്പോഴും അയാളെ മനസ്സിന് സമാധാനം. ഭസ്മം, അയാൾക്കൊരു കൊട്ട ഭസ്മം വേണം, ശരീരം കുറച്ച് വണ്ണുള്ളതാണ്. കുളി കഴിഞ്ഞപ്പോൾ കിണ്ടിയിൽ നിന്ന് വെള്ളമൊഴിച്ച് ആ ഭസ്മം തൊടാൻ ഭാവിക്കുക. ഭസ്മം തൊടാൻ എടുത്തപ്പോഴാണ് ഓർമ്മ വന്ന കുരുത്തം കെട്ടൊരു മകണ്ട് നട്ടപ്പതരയ്ക്കാ കയറി വരിക. കാർത്തിയായിനി ആ കുരുത്തം കെട്ടോൻ വന്നു. ഭസ്മം തൊടാനുള്ള മന്ത്ര വന്നിട്ടില്ല, വരില്ലല്ലോ. എന്റെ അല്ലേ സന്താനം. തെക്കോട്ട് വിളിച്ചാൽ വടക്കോട്ട് പോവും, വടക്കോട്ട് വിളിച്ചാൽ തെക്കോട്ട് പോവും. അവന്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്റെ നെഞ്ഞിങ്ങനെ നീറുകയാണ്. ആരാന്റെ കയ്യെ അവന്റെ മുതുകത്തും പുറത്തും എപ്പോഴാ വീഴാന്നാവോ ഭസ്മം തൊടുക. അപ്പോൾ പോലും നമശിവായ എന്നൊരു മന്ത്രം ജപിച്ചിട്ടില്ല. എന്താ ഭസ്മം? ആർക്കാ ഭസ്മം തൊട്ടുകൂടാത്ത? ഇതൊന്നും ഭക്തിയല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പരിശുദ്ധമായ ഭാവമാണ്. തസ്മിൻ അനന്യത. ആ അനന്യമായ ഭക്തി. തദ്വിരോധിഷു ഉദാസീനത. അനന്യഭക്തി വേണം. ആ ഭക്തി, അതാണ് നേട്ടം. അത് കിട്ടാനാണ് നമ്മൾ ഈ ഭാഗവതം പഠിക്കുന്നത്. എല്ലാം പ്രയത്നം, ഇതൊക്കെ സാധനകളാ. എന്താണ് സാധ്യം? ഭക്തി ഉണ്ടാവുക എന്നുള്ളത്. ഈ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ, ലക്ഷ്യബോധം എപ്പോഴും വേണം. നമ്മൾ എന്തിനാ സത്രത്തിൽ വരണം, എന്തിനാ സപ്താഹത്തിന് പോണത്? ഈ ഉറച്ച ഭക്തി നമുക്കുണ്ടാകണം, അതിനാവണം. അത് മറന്നാൽ പിന്നെ എന്ത് കേട്ടിട്ടും പറഞ്ഞിട്ടും ജപിച്ചിട്ടും ഒരു പ്രയോജനമില്ല. ലക്ഷ്യബോധം ഇന്നിപ്പോൾ മനുഷ്യനില്ലാത്തതാ. ലക്ഷ്യബോധമില്ല. കോളേജിൽ പോയിരുന്ന കുട്ടിക്ക് അറിയോ എന്തിനാ ഇപ്പം പഠിക്കാൻ പോണത് ചോദിച്ചാൽ അതൊക്കെ അവിടെ പോയിട്ട് അവിടെ പ്രേമായി രണ്ടാൾ ആത്മഹത്യ ചെയ്ത് ഒരു കയറുമ്പോൾ രണ്ടാൾ തൂങ്ങി വരും. ഇതൊക്കെ അല്ലേ പത്രത്തിൽ വരുന്നത്? അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. പഠിക്കാൻ എന്തിനാ കോളേജിൽ പോയത്? വരനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വധുവിനെ കണ്ടുപിടിക്കാനോ ആണോ? അതല്ല, ഉറക്കമേ വേണ്ടേ? ലക്ഷ്യബോധമില്ല, ഒരു ദിക്കിലും ലക്ഷ്യബോധമില്ല. ഞാൻ എന്തിനാ ഇവിടെ വന്നത്? എനിക്ക് നല്ല ബോധം വേണം. ഞാൻ ലഹരിയിലാ വന്നച്ചാൽ എന്താ പറയുക? ഭാഗവത പറയാം, വേറെ എല്ലാം തോന്നിയത് വിളിച്ച് പറയും. അപ്പം അത് പറ്റില്ല. അതുകൊണ്ട് ലക്ഷ്യബോധം സ്വതവേ പറയാറുണ്ട്. 2-3 ചെറുപ്പക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു പോർട്ടറെ കണ്ടു. പോർട്ടറോട് ചോദിച്ചു എപ്പോഴാ വണ്ടി വരിക ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു 3/4 മണിക്കൂർ കഴിയുന്നു. സന്തോഷമായി. അപ്പോൾ 3 ചെറുപ്പക്കാർ അവർ തമ്മിൽ നോക്കി ചിരിച്ചു. നമുക്ക് പോയിട്ട് വരാം, സമയമുണ്ടല്ലോ. 3 അങ്ങാടി പോയിട്ട് ലേശം വീശാന്ന് വിചാരിച്ചതാണ്. 3/4 മണിക്കൂർ ഉണ്ടല്ലോ. 3 കുറേശ്ശെ 500 മില്ലി വീതൊക്കെ കഴിച്ചാൽ പിന്നെ കുറച്ചും കൂടെ ഒക്കെ കുഴിച്ചാൽ പിന്നെ കാലം നിലയ്ക്ക് തുറക്കാതെ കണ്ടായി. അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അങ്ങോട്ട് പോകുമ്പോൾ തിരക്കട്ടില്ല, ഇങ്ങോട്ട് വരുമ്പോൾ റോഡ് വീതി പോരാ, മതിലൊക്കെ മേല് വന്ന് മുട്ടായി. ഇതെന്താ ഈ മതിൽ ഇവിടെ മേല് വന്ന് മുട്ടണേ? ഇവർക്ക് കാലം ഉറക്കണില്ല. പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാൾ നിലത്ത് കിടന്നു, ഒരാൾ ബെഞ്ചിൻ്റെ മുകളിൽ കിടന്നു, ഒരാൾ ബെഞ്ചിൻ്റെ മുകളിൽ കിടക്കുന്ന ആളുടെ മുകളിൽ കയറി കിടന്നു. 3 തരി ബോധമില്ല. കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ വന്നു. ട്രെയിൻ വന്നാൽ 1 മിനിറ്റേ നിൽക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാനുള്ള ബത്തപ്പാട്, കയറേണ്ടവർക്ക് കയറാനുള്ള ബത്തപ്പാട്. ഇടിയാണ് അവിടെ. 1 മിനിറ്റിൻ്റെ ഇടയിൽ ഇറങ്ങലും കയറലും നടക്കണ്ടേ? കയറാനുള്ളവർക്ക് സീറ്റ് പിടിക്കാനുള്ള തിരക്ക്, ഇടിച്ച് കയറുക. പാവം ഇറങ്ങേണ്ട ആൾക്ക് അവസാനം തിരുമേനി കുടുങ്ങി. ആളിങ്ങനെ കയറാൻ വേഗം പിടിച്ച് നിൽക്കുക. ഒന്നങ്ങോട്ട് മാറി നിൽക്കുക പറഞ്ഞു. നിങ്ങൾക്ക് അടുത്ത വണ്ടിയിലും കയറാം, എനിക്ക് തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ പറഞ്ഞു. ഇറങ്ങേണ്ട ആൾക്ക് വേറെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഏതായാലും ഇട്ടിച്ച് കയറുകയാണ്. അങ്ങനെ എല്ലാവരും കയറി 1 മിനിറ്റ് വണ്ടി വിട്ടു. 3 ഇവിടെ കിടക്കാട്ടോ. വണ്ടി വിട്ടപ്പോൾ നിലത്ത് കിടക്കുന്ന ആളെ ഉണർന്നു. വണ്ടി കണ്ടപ്പോൾ ഇയാൾ ചാടി നീട്ട് മെല്ലെ വണ്ടിമേൽ പോയി പിടിച്ചു. അപ്പം എല്ലാവരും കൂടെ പിടിച്ച് അതിൻ്റെ അകത്തിടുകൊണ്ട് രക്ഷപ്പെട്ടു. വണ്ടി ഇങ്ങനെ സ്ലോ മോഷൻ മെല്ലെ നീങ്ങുമ്പോൾ ബെഞ്ചിൻ്റെ മുകളിൽ ഒരാൾ കിടക്കണം, അതിൻ്റെ മീതുള്ള ആൾ ഉണർന്നു. അയാൾ വണ്ടി കണ്ടപ്പോൾ അയാൾ മെല്ലെ വേച്ച് പോയി വണ്ടിമേൽ പോയി പിടിച്ചു. എല്ലാവരും കൂടെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടു. അയാളും രക്ഷപ്പെട്ടു. 2 പോയി ഒരുത്തം ഇവിടെ കിടക്കുക. ഇതൊക്കെ പോർട്ടർ കാണുന്നുണ്ട്. പോർട്ടർ വന്ന് വിളിച്ചു, മനുഷ്യൻ നിങ്ങൾ പോണില്ലേ ചോദിച്ചു. അപ്പോൾ കണ്ണും വിളിച്ചു. അതിന് വണ്ടി വരണ്ടേ ചോദിച്ചു. വണ്ടി വരണ്ടേന്നാ.
വണ്ടി വന്നില്ലേ, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പോയില്ലേ? അവര് പോയോ? പിന്നെ അവര് പോവാണ്ട് ചേട്ടാ അവന്മാര് പോയോ? അവരെന്നെ യാത്ര അയക്കാൻ വന്നവരാ, അവര് പോയോ ചോദിച്ചു. യാത്ര അയക്കാൻ വന്നവര് വണ്ടി കയറിപ്പോയി. അതായത് ബോധമില്ല. എന്തിനാ വന്നേന്ന് ബോധം വേണ്ടേ? എന്തിനാ ഈ മനുഷ്യ ജന്മം എടുത്തത്? എന്തിനാ സപ്താഹം കേൾക്കണത്? എന്തിനാ സത്രത്തിൽ വരണത്? ബോധം വേണം. അതുണ്ടെങ്കിൽ ആ ഭക്തി സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവും. ആ ഭക്തി അനന്യഭക്തി. എന്താ ഈ അനന്യഭക്തി പറഞ്ഞാല്? അനന്യഭക്തി എന്ന് പറഞ്ഞാൽ അന്യകാമനാരഹിതം. മറ്റൊരാഗ്രഹമില്ല, ഒരാഗ്രഹം തന്നെയുള്ളൂ, ഭഗവാന്റെ ഭക്തി ഉണ്ടാവുക എന്നുള്ള ആഗ്രഹം. അന്യകാമനാരഹിതം, അന്യദേവതാവർജം. വേറെ ദേവത, ഒരു ഇഷ്ടദേവൻ, ഗുരുവായൂരപ്പൻ വെച്ചാൽ ഗുരുവായൂരപ്പൻ, ശാസ്താവ് വെച്ചാൽ ശാസ്താവ്, വേറെ 100 ദേവന്മാരില്ല, ഒരൊറ്റ ദേവൻ ഗുരുവായൂരപ്പനാണ്. ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ് വടക്കനാഥനിൽ വടക്കനാഥനായിട്ടിരിക്കുന്നത്, മൂകാംബിയിൽ ഭഗവതിയായിട്ടിരിക്കുന്നത്. എൻ്റെ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ഭാവന ചെയ്താൽ മതി. പയ്യപ്പന്മാർ എവിടെ പോയാലും സ്വാമി ഈ ശരണമയ്യപ്പ എന്നല്ലേ, ഗുരുവായൂരപ്പനായാലും ഭഗവതി ആയാലും ഒക്കെ സ്വാമി തന്നെ. ഈ ഒരു ഭാവം വരണം നമുക്ക്. അതാണ് അന്യ ദേവതാവർജം, അന്യ സാധനാ നിരപേക്ഷം. മറ്റ് സാധന ഭക്തി മാർഗത്തിൽ അത് മാത്രം മതി, വേറെ ഒരു മാർഗവും വേണ്ടാന്നർത്ഥം. ഇതാണ് അനന്യഭക്തി. അന്യകാമനാരഹിതം, വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഭഗവാനിൽ ഭക്തി ഉണ്ടാവാന്ന് മാത്രം, വേറെ ഒരാഗ്രഹവും ഇല്ല. വേണ്ട വിത്തമെനിക്ക്, വേണ്ട കുടയും പട്ടും പണപ്പെട്ടിയും, എനിക്ക് വേറെ ഒന്നും വേണ്ട. വേണ്ട മറ്റൊരു സാധനം, വിജയവും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഭവത്ഭക്തിയേ വേണ്ടു, വിശ്വവിമോഹനാക്ഷി യുഗളക്കോണിൽ കൊടുക്കൊല്ലമ. എനിക്ക് വേറെ ഒന്നും വേണ്ട അമ്മേ. അമ്മയുടെ മായയിൽ എന്നെ ഭ്രമിപ്പിക്കരുത്. എനിക്ക് പണം വേണ്ട, വിജയം വേണ്ട, കീർത്തി വേണ്ട, കവിത എഴുതാനുള്ള സാമർഥ്യം വേണ്ട. അതാ ഒറ്റ ആവശ്യം. ആ ഭക്തി ഉറച്ചുണ്ടാവണം. അതാ അന്യകാമനാരഹിതം, വേറെ ഒരാഗ്രഹമില്ല. അന്യദേവതാവർജം, ഒരു ഇഷ്ടദേവനേ ഉള്ളൂ. ആ ഇഷ്ടദേവൻ തന്നെയാണ് പലതായിട്ട് ഇവിടെ. എൻ്റെ ഗുരുവായൂരപ്പൻ തന്നെയാണ് വടക്കനാഥനായിട്ടിരിക്കണത്, ശാസ്താവായിട്ടിരിക്കണത്, ഭഗവതി ആയിട്ടിരിക്കണത്. ഈ ദേവി വിഷ്ണു ഒക്കെ ഒന്നാണെന്ന് ഭാവന. ദേവി വിഷ്ണു ശിവാദീനാം ഏകത്വം പരിചിന്തയേത്. ദേവിയും വിഷ്ണു ശിവനും ഒന്നാണെന്ന് ബോധിക്കണം. ഭേദകർ നരകം വ്യാധി, ഇതൊക്കെ വേറെ വേറെ എന്ന് വിചാരിക്കുന്ന ആൾ നരകത്തിൽ പതിക്കും. രൗരവം നാത്ര സംശയ, രൗരവം എന്ന നരകത്തിൽ പതിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതായത് ശിവനും വിഷ്ണുവും ഒക്കെ ഒന്ന് തന്നെ, ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ. അത് ഉപാസനാ സൗകര്യത്തിന് വേണ്ടി പല അമ്മയെന്ന് വിളിക്കേണ്ടവർക്ക് അമ്മയെ വിളിക്കാം, അപ്പ എന്ന് വിളിക്കേണ്ടവർക്ക് ഗുരുവായൂരപ്പ എന്ന് വിളിക്കാം. ഏതായാലും ഈശ്വര ചൈതന്യം ഒന്നാന്ന് ബോധിക്കണം. അല്ലാണ്ട് ഭേദബുദ്ധി പാടില്ല എന്നർത്ഥം. ശിവൻ വേറെ വിഷ്ണു വേറെ, എനിക്ക് ശിവനെ ഇഷ്ടമുള്ളൂ, എനിക്ക് വിഷ്ണുവിനെ ഇഷ്ടമില്ല, അങ്ങനെയാ പിന്നെന്ത് ഭക്തിയാ? അത് ഭക്തിയല്ല. അതാണ് ഇത് ഒന്നാണെന്ന് ബോധിക്കണം. MD രാമനാഥൻ അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്, അദ്ദേഹം എപ്പോഴും അത് പാടും. ഹരിയും ഹരനും ഒன்றே என்று അറിയാ തരുളനോ ശരി பார்த்து சொல்வாரே സാധുജനങ്ങൾ സന്മതിയിലേ. ഹരിയും ഹരനും ഒன்றே என்று അറിയാതരുളനോ. ഹരിയും ഹരനും ഒന്നാണെന്ന് നിങ്ങൾക്ക് ബോധിക്കാതെ. വിഷ്ണു ശിവന് രണ്ടല്ല, ഒന്ന് തന്നെ. ഹരിയുടൻ 14 ലോകങ്ങളെ പാലിച്ചരുൾവാൻ ഹരി, പശുപാശ വിമോചനൻ ഹരൻ പരഗതിയെ അരുൾവാനേ. ഹരിയുടൻ മഹാവിഷ്ണു 14 ലോകങ്ങളെയും കാത്തു രക്ഷിക്കുന്നു. രക്ഷിക്കലാണ് മഹാവിഷ്ണുവിന്റെ കടമ. പശുപാശ വിമോചനൻ ഹരൻ, ഈ ബന്ധനത്തിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിച്ച പരഗതിയെ അരുൾവാനേ, പരമമായ ഗതിയെ തരുന്നു പരമേശ്വരൻ. ഇത് രണ്ടും ഒന്നാണെന്ന് ബോധിക്കണം. പാണ്ഡവനുക്ക് സാരഥി ഹരി, പാശുപതം കൊടുത്താൻ ഹരൻ. അർജുനന്റെ സാരഥിയായിട്ട് നിന്നു മഹാവിഷ്ണു. ആ അർജുനന് പാശുപതാസ്ത്രം കൊടുത്ത് അനുഗ്രഹിച്ചു പരമേശ്വരൻ. ഇത് രണ്ടും ഒന്നാണെന്ന് ബോധിക്കരുത്. അതായത് അന്യദേവതാവർജം, ഇഷ്ടദേവത ആരാണ് അതിൽ ഉറച്ചു നിൽക്കുക. ഒരാൾക്ക് സുബ്രഹ്മണ്യൻ മതി, അതുകൊണ്ട് ദോഷമൊന്നുമില്ല, ഗുരുവായൂരപ്പൻ തന്നെ ഭജിച്ചോളണം, വടക്കനാഥനെ തന്നെ ഭജിച്ചോളണം എന്നില്ല. പഴനിയിലൊക്കെ അവിടെയൊക്കെ മുരുക ഭക്തന്മാരെ മതി. അതിലുറച്ച് ആ നാമത്തെ ജപിച്ച് ആ അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളെ പാടി മനസ്സിന് ഏകാഗ്രത കിട്ടണം, ശാന്തി, അത്രേ വേണ്ടുള്ളൂ. എന്നാൽ തന്നെ അതുകൊണ്ട് ഒരാൾ മുക്തനാകുക. പിന്നെ അന്യ സാധനാനിരപേക്ഷം, ഭക്തിമാർഗം അതൊന്നു മതി എനിക്ക് രക്ഷപ്പെടാൻ. അല്ലാതെ അവിടെ വേറൊരു ദിക്കിൽ കുണ്ടലിനി ഉണർത്തണ യോഗ ഉണ്ട്, അവിടെ അതീന്ദ്രിയ ധ്യാനം ഉണ്ടെന്നാൽ അതിന് പോവാ, അതിന് ഫീസ് അടച്ചാൽ അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ട. ഒന്നിൽ ഉറച്ചു നിൽക്കുക.
ആ ഭക്തി മാർഗം ഒന്നുകൊണ്ട് ഞാൻ മുക്തനാകും. പല അഭ്യാസങ്ങളുണ്ടല്ലേ, കുണ്ടലിനിയൊക്കെ ഉണർത്തി കൊടുക്കുന്ന കോഴ്സുണ്ട്. കുണ്ടലിനി പറഞ്ഞ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ പ്രാണായാമം കൊണ്ട് നട്ടലിന്റെ മധ്യത്തിലൂടെ ഒരു ഇടാപിങ്കള 2 നാഡികളുണ്ട്. ആ നാഡികളിലൂടെയുള്ള പ്രാണന്റെ വ്യാപാരം നിയന്ത്രിച്ച് സുഷുമ്നാ നാഡിയിലൂടെ പ്രാണനെ വ്യാപരിപ്പിക്കുമ്പോൾ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തി മെല്ലെ ഉണർന്നു വരും. അങ്ങനെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഹരനെ കാണാകും. അങ്ങനെ ഈ സഹസ്രാരത്നത്തിലെത്തിയാൽ ഈശ്വര ദർശനം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം. അതാണ് കുണ്ടലിനി ശക്തിയെ ഉണർത്തുക. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമാണോ? പക്ഷെ അതിനും ഇപ്പോൾ കോഴ്സുണ്ട് കേട്ടോ. വടക്കേ ഇന്ത്യയിലൊക്കെ കോഴ്സുണ്ട്. 3 മാസത്തെ കോഴ്സാണ്. 50,000 രൂപ ഫീസ്. എന്താപ്പം വിരോധം? കുണ്ടലിനി ശക്തി ഉണർന്ന് പടത്തി സഹസ്രാരത്നത്തിലെത്തിയ ആൾ സർവജ്ഞനായി. ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്ത് എവിടെ നടക്കണതും ആൾക്ക് അറിയാൻ സാധിക്കും. ആരുടെ മനസ്സിൽ വിചാരിച്ചത് അറിയാൻ സാധിക്കും. എന്തൊരു സിദ്ധിയല്ലേ! അപ്പം 50,000 ഒരു പുല്ല് വില. ആർക്ക് വേണം? പണമൊന്നും ഇപ്പം ഒരു ക്ഷാമല്ലല്ലോ. 50,000 രൂപ അടച്ച 3 മാസത്തെ കോഴ്സിന് ചേർന്നു. ആ ഫീസ് ആദ്യം അടയ്ക്കണം, നിർബന്ധമാണ്. അതിൽ ചോട്ടിൽ എഴുതിയിട്ടുണ്ടാവും ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കില്ല എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന് മണ്ടന്മാർ ഈ കുണ്ടലിനി ഉണരണമെങ്കിൽ അതിനുള്ള അടിത്തറ വേണ്ടേ നമുക്ക്? അവിടെ നിന്നിട്ട് വരിയായിട്ട് ഇരുത്തുകയാണ്. നട്ടല് നിവർന്നിരിക്കണം. പത്മാസനത്തിലോ ഏതെങ്കിലും വജ്രാസനത്തിലോ ഇരിക്കണം. ഇളകരുത്. ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കുക. ഒരു മന്ത്രം പറഞ്ഞു തരും. ആ മന്ത്രം തന്നെ വിചാരിക്കുക. ഇളകരുത്. വിഷയങ്ങളോ വീട്ടിലെ കാര്യമോ കുടുംബകാര്യമോ ഒന്നും ചിന്തിക്കരുത്. പിന്നെ കുണ്ടലിനി ഉണരില്ല. ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നീണ്ടു നിവർന്നിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഭാവന ചെയ്യുക. കുണ്ടലിനി ഇങ്ങനെ മൂലാധാരത്തിൽ നിന്ന് ഉണർന്ന് സുഷുമ്നയിലൂടെ ഇങ്ങനെ ഉയർന്ന് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അങ്ങനെ 6 ചക്രങ്ങളുണ്ടല്ലോ. അതിലൂടെ ഉയർന്ന് സഹസ്രാരത്നത്തിലെത്തും. പക്ഷെ നിങ്ങളുടെ മനസ്സ് വിഷയങ്ങളെ ചിന്തിച്ചാൽ ഉണരില്ല. അത് ഞങ്ങളുടെ കുറ്റമല്ല. അതുകൊണ്ട് ഉണർന്നിരിക്കണം. നട്ടല് നിവർത്തി 3 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേക്കും എൻ്റെ കഥ പറയണോ? കുണ്ടലിനി ഉണരണ്ട, ഒന്നും വേണ്ട. ഇനി കോട്ടയ്ക്ക് പോയിട്ട് ഒരു ഒഴിച്ചിൽ നടത്തണം എന്നായി. 50,000 പോയത് പോട്ടെ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഓരോരുത്തരോടും ചോദിക്കും നിങ്ങളുടെ കുണ്ടലിനി. അവർക്ക് അനുഭവമാവും. അപ്പൊ കിതറ ഹേ കുണ്ടലിനി, നിന്റെ കുണ്ടലിനി എവിടെ എത്തിയെന്ന്. അപ്പൊ അത് ആദ്യത്തെ ആൾ പറയും 2 ഇഞ്ച് ഊപ്പർ, 2 ഇഞ്ച് മുകളിലെത്തി. ഒരാഴ്ച ഇരുന്നിട്ട് 2 ഇഞ്ചാണ്. നിന്റെ മനസ്സ് വേണ്ടാത്ത എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ശകാര വർഷം. ഇത് അടുത്ത ആൾ കേൾക്കും. കാശോ പോയി. ഇനി ഇയാളുടെ ഈ ശകാരം കേൾക്കണോ? അയാൾ 3 ഇഞ്ച് ഊപ്പർ 3 ഇഞ്ചാക്കി അയാളെ കിടക്കട്ടെ. അങ്ങനെ പറയിപ്പിക്കുകയാണ്. ഒരാളോട് അബിക്ക് ഇതർഹേ കുണ്ടലിനി ചോദിച്ചപ്പോൾ അയാൾ ഇതർഹേ പറഞ്ഞു, വാരിയുടെ പടെ. അതെങ്ങനെ? നട്ടലിന്റെ ഉള്ളിൽ കൂടെ സുഷുമ്നാ നാടി. ഇതെന്താപ്പത്? അപ്പൊ ഇയാളുടെ ജുബ്ബ പൊന്തിച്ചു നോക്കുമ്പോൾ ഒരു മൂട്ട ഇങ്ങനെ അരിച്ചു കയറുക. ഇയാള് വിചാരിച്ചു കുണ്ടലിനി ഇങ്ങനെ ഉണർന്നു വരിക. ഇതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ആ ഭക്തി മാർഗത്തിൽ ഉറച്ച, ഗുരുവായൂരപ്പനിൽ ഉറച്ച വിശ്വാസം, ഭാഗവത്തിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഇരുന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് സിദ്ധിയുണ്ടാവും. അത് അന്യദേവതാവർജം. മറ്റ് ദേവതകൾ വേണ്ട, അന്യ കാമനാരയ മറ്റൊരാഗ്രഹം വേണ്ട, അന്യ സാധനാനിരപേക്ഷം. മറ്റു സാധനങ്ങൾ. അതാണ് അനന്യഭക്തി പറഞ്ഞാൽ. ആ ഉറച്ച വിശ്വാസം, ഇത് മതി, എന്റെ ഗുരുവായൂരപ്പൻ തന്നെ എന്നെ രക്ഷിക്കും. ആ ഭഗവാന്റെ നാമം ജപിക്കുക നമ്മൾ. ജപത ജപത ഹരിനാമ മനോജ, ജപത ജപത ഹരിനാമ മനോജ, ജപത ജപത ഹരിനാമ. ഹരിയുടെ നാമത്തെ അല്ലേ മനുഷ്യ നീ ജപിക്കേ. അപരിമിതാഖ ഹരവരപായം ആഗമസാധിതം അമൃതോപായം, ജപത ജപത ഹരിനാമ മനോജ, ജപത ജപത ഹരിനാമ. അപരിമിത അഖഹരം, അളവറ്റ പാപം. എത്രയൊക്കെ പാപം നമ്മൾ ചെയ്തത് നമുക്കറിയില്ല. അതിനെയൊക്കെ നശിപ്പിക്കും ഭഗവാന്റെ നാമം. അന്നപായം, ഒരു ദോഷവും. ആര് പറഞ്ഞു? ആഗമസാധിതം അമൃതോപായ. ഇത് വേദത്തിൽ പറഞ്ഞ കാര്യമാണ്. ഭഗവാന്റെ നാമത്തിന് അത്രയേറെ ശക്തിയുണ്ട്. അമൃതോപായം, മോക്ഷത്തിനുള്ള മാർഗവും കൂടിയാണ്. ഭഗവാന്റെ നാമത്തെ ആശ്രയിച്ചാൽ മതി. എപ്പോഴും ആ നാമം സ്മരിക്കാം. സ്നാനേ പാനേ ശയനേ ഗമനേ ദാനേ ഗാനേ ധർമ്മവിധാനേ ആപതി സമ്പതിഹ അഖില സമയേ ശിവതി ദീനമനു ചിന്തയ ഹൃദയേ. ജപത ജപത ഹരിനാമ മനോജ,
ജപത ജപത ഹരിനാമ. സ്നാനേ പാനെ, കുളിക്കുമ്പോഴ്, കുടിക്കുമ്പോഴ്, കിടക്കുമ്പോഴ്, നടക്കുമ്പോഴ്, എടുക്കുമ്പോഴ്, കൊടുക്കുമ്പോഴ്, അഖില സമയം എപ്പോഴും ശ്രീപതിയുടെ, അതായത് ലക്ഷ്മി വല്ലഭനായ ആ പരമാത്മാവിന്റെ നാമത്തെ അല്ലയോ മനസ്സേ നീ സ്മരിക്കുക. എപ്പോഴും ഇന്ന സമയത്തൊന്നുമില്ല, കിടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ജപിക്കാൻ നാമം. കാരണം അത് വലിയൊരു ഔഷധമാണ്. ജനിമൃതി രോഗരസായനഭൂതം സനകമുഖാഖില സന്മുനിഗീതം ശ്രീരാമാച്യുത ശ്രീരമണേതി നാരായണ പത്മ നാഭകരേതി ജപദ ജപദ ഹരിനാമ മനൂജ ജപദ ജപദ ഹരിനാമ. ജനിമൃതി രോഗരസായന ബോധം. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക. എത്ര തവണ ഇവിടെ, എത്ര തവണ ജനിച്ചു, എത്ര തവണ മരിച്ചു. ഇതന്നെ കാലാകാലം. ഈ ജന്മത്തിൽ കുറെ പാപപുണ്യങ്ങൾ ചെയ്യും, അത് അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ജനിക്കും. ഇങ്ങനെ എത്ര കാലം. ഇതൊന്നും രക്ഷപ്പെടണ്ടേ? അപ്പൊ ജനനമരണമാകുന്ന ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഔഷധം, ചികിത്സയാണ് ഇത്. ജനമൃതി രോഗരസായനഭൂതം. ഇതാര് പറഞ്ഞു? ഏതെങ്കിലും മുറിവൈദ്യന്മാര് പറഞ്ഞ ചികിത്സയല്ല. സനകമുഖ അഖില സന്മുനിഗീതം. സനകൻ, സനന്ദൻ, സനത്കുമാരൻ മുതലായ ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞ കാര്യമായി പറയണത്. എന്താ മരുന്ന്, എന്താ ചികിത്സ? ശ്രീരാമാച്യുത ശ്രീരമണേതി നാരായണ പത്മ നാഭകരേതി. ശ്രീരാമ അച്യുത നാരായണ പത്മനാഭ ഹരേ. ഭഗവാന്റെ നാമങ്ങളെ ജപത ജപത, ജപിക്കൂ ജപിക്കൂ. അത് മാത്രമാണ് ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ളത്. അത് വാസ്തവത്തില് ഒരേ ഒരു പരിഹാരം, ഭഗവാന്റെ നാമങ്ങളെ ആശ്രയിക്കുക, ഭഗവാനെ ഭജിക്കുക, കീർത്തനങ്ങൾ. ഇത് എന്താ ഈ ഭക്തി ഉണ്ടാവാൻ? വാസ്തവത്തിൽ ഈ ലോകം ഉണ്ടല്ലോ, അനിത്യം അസുഖം ലോകം. ഈ ലോകത്തിൽ കാണുന്നതൊക്കെ നശിക്കും. ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന എന്തു വസ്തുവാണ് ഈ ലോകത്തുള്ളത്? ഒന്നുമില്ല. ഏതും ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞാൽ നശിക്കും. നശിക്കാത്തത് ഒന്നേ ഉള്ളൂ. ഏത്? ഭഗവത് ചൈതന്യം മാത്രം. പിന്നെ ഒന്നും കൂടി ഉണ്ട്, അത് നമ്മുടെ ആചാര്യന്മാരും മറന്നു, പ്ലാസ്റ്റിക് കവർ. അതും നശിക്കുക. അല്ല, ബാക്കിയുള്ളതൊക്കെ ഒരുവിധം ഈ ലോകത്ത് കാണുന്നതൊക്കെ നശിക്കുന്നത് തന്നെയാണ്. അനിത്യം അസുഖം. ഇവിടെ സുഖമില്ല, ഇവിടെ ദുഃഖം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ സുഖാ വേണ്ടത്. എവിടുന്ന് കിട്ടണം? ഇവിടെ സുഖമില്ല എന്ന് ഭഗവാനാ പറഞ്ഞത്. അനിത്യം അസുഖം ലോകം. ഇവിടെ കാണുന്നത് ഒന്നും നിലനിൽക്കുന്നതല്ല, ഇവിടെ ദുഃഖം മാത്രമാണോ ഉള്ളത്. പിന്നെന്താ രക്ഷ? ഇമം പ്രാപ്യ ഭജസ്വമ. ഇവിടെ വന്നാൽ ഭഗവാനെ ഭജിച്ചോളൂ. ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. ആ ഭഗവാനെ ഭജിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആനന്ദം കിട്ടൂ. വേറെ എന്തൊക്കെ സമ്പാദിച്ചാലും ശാശ്വതമായ സുഖം കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ലാഭോ മദ്ഭക്തിരുത്തമ. അതാണ് ഏറ്റവും വലിയ ലാഭം, ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. സാത്വസ്മിൻ പരമപ്രേമരൂപ. പരമമായ പ്രേമം, അതാണ് ഭക്തി. പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം എന്താ പ്രേമെന്നാ. ഇതൊന്നുമല്ല പ്രേമം. യാതൊരു സ്വാർത്ഥ ലാഭവും ഇല്ലാതെ ലോകത്തിനെ സ്നേഹിക്കുക, അങ്ങോട്ട് കൊടുക്കുക, ഒന്നും ഇങ്ങോട്ട്. അപ്പൊ അമൃതാനന്ദമയി അമ്മയ്ക്ക് എല്ലാവരോടും പ്രേമമാണ്. ഒന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല, അങ്ങോട്ട് കൊടുക്കൽ മാത്രമാണ്. അല്ലെ, ആലോചിച്ച് നോക്കൂ, ഉമ്മ പോലും കൊടുക്കുകയുള്ളൂ, ഇങ്ങോട്ട് വാങ്ങണില്ല. എല്ലാം ലോകത്തിന് എന്തൊക്കെ സേവനം ചെയ്യും, അതാണ് പ്രേമം. കോളേജിൽ പഠിക്കുന്ന പ്രേമല്ല. അവർ രണ്ട് ചെറുപ്പക്കാര് പ്രേമത്തിലാണ് കോളേജിൽ പഠിക്കുമ്പോൾ. അവർ ഇടവഴി കൂടെ അങ്ങനെ പോകുമ്പോൾ വഴിയിലൊരു മുള്ള് കണ്ടു. നിൽക്കുക പറഞ്ഞു. ഇവൻ ആ മുള്ളെടുത്ത് കളഞ്ഞു. അവളുടെ ഒരു സന്തോഷം, ഏട്ടൻ എന്തൊരു സ്നേഹനോട്. മുള്ളു കുത്തരുത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് അവർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ മുള്ള് കണ്ടപ്പോൾ അതാ മുള്ളുണ്ടോ നോക്കിക്കോട്ടോ പറഞ്ഞു. പിന്നെ അവൾ നോക്കിക്കോട്ടെ. പിന്നെ രണ്ട് കുട്ടികളായി. കുട്ടികളും ഇവളും പെണ്ണും കൂടെ പോകുമ്പോൾ വഴിയിൽ മുള്ളുമ്പിലായിട്ട് ചവിട്ടി. അയ്യോ എൻ്റെ കാല പണ്ട് ഇവള് നിലവിളിച്ചപ്പോൾ ആ മുള്ളെടുത്തിട്ട് കൊടുത്തു. രണ്ട് എവിടെയാണ് എൻ്റെ കണ്ണാ ചോദിച്ചു. പ്രേമം അങ്ങനെ കൂടി വരിക. ഇതല്ല പ്രേമം. ഭഗവാനുള്ള പരമമായ പ്രേമം. സാധു അസ്മിൻ പരമപ്രേമരൂപ, അല്ലെങ്കിൽ പര അനുരക്തിരീശ്വരെ. ഭഗവാനിലുള്ള പരമമായ അനുരക്തി. ഈ ഭഗവാനിൽ പരമമായ പ്രേമം തോന്നണില്ലല്ലോ. ചിന്തിച്ചാൽ തോന്നും. ഈ ലോകത്തിലുള്ള ഏത് വസ്തുവിനെ സ്നേഹിച്ചോളൂ, അത് ഏത് നിമിഷവും നശിക്കുന്നതാ. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവതേ. ഈ സ്പർശത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൂടെ സ്പർശിക്കുമ്പോഴല്ലേ സുഖഭോഗങ്ങള്. അതൊക്കെ ദുഃഖത്തിന്റെ ഇരിപ്പിട. കാരണം ആദ്യന്തവന്ത കൗന്ദേയ. എല്ലാ ലൗകിക സുഖങ്ങൾക്കും ആദ്യമുണ്ട്, അവസാനമുണ്ട്. നതേഷു രമതയെ ബുധ. ജ്ഞാനികള് ഈ തുച്ഛമായ വിഷയസുഖത്തിൽ രമിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുമല്ലോ. ഏത് വിഷയസുഖവും അനുഭവിക്കുന്ന അല്പസമയം സുഖമുണ്ടെന്നൊരു ഭ്രാന്തി തോന്നൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട്
അതിൽ രമിക്കില്ല ജ്ഞാനികൾ എന്നുള്ളത്. അപ്പോൾ ലൗകികമായിട്ടുള്ള പ്രേമമല്ല, ആധ്യാത്മികമായിട്ടുള്ള പ്രേമം സ്വാർത്ഥരഹിതമായിട്ട്. അതെങ്ങനെ സാധിക്കുക ചോദിച്ചാൽ വിഷയത്യാഗാതെ, വിഷയങ്ങളിൽ ആസക്തിയില്ല, സംഗത്യാഗ, ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് വന്നാൽ പിന്നെ വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള ഭക്തി നമുക്കുണ്ടാവും. അതുകൊണ്ട് ലൗകിക വിഷയങ്ങളോടുള്ള ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കുക. വെടിയുവിനൈഹിക മോഹങ്ങൾ പൊടിപെടുമവമൺഗേഹങ്ങൾ അറിയുവിനവിരതം ഈശ്വരനെ ദുരിതഹരം പരമേശ്വരനെ കളയാതിനിയും കാലം നീ ഹരിപദമധുവധു നുകരു നീ കഥനമെഴുന്നൊരു കരയലിനാൽ വിഗളിതമായി നിൻ കൗമാരം തരുണീ വിഹരണ രതനായി തകരുകയായി നവതാരുണ്യം കഴിവുകൾ മുഴുവൻ കിഴിവാകും കിഴവൻ നീയൊരു പുഴുവാകും തൊഴിലിൽ നിന്നുടൻ ഒഴിവാകും കുഴിയും നോക്കിയിരിപ്പാകും. അവസാനം കുഴിയിലേക്ക് നോക്കിയിരിക്കുക, എന്നാ പങ്കെടു പോണ്ട. അതുകൊണ്ട് വെടിയുവിനൈഹിക മോഹങ്ങൾ പൊടിപെടുമവമൺ ഗേഹങ്ങൾ. ഈ ലൗകിക സുഖത്തിലുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക, ഭഗവാനെ ഭജിക്കുക. ഇതിനെന്താ മാർഗം എന്ന് ചോദിച്ചാൽ പറഞ്ഞേ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണ തന്നെ. ശ്രവണം, ആദ്യം മുഖ്യം ശ്രവണം. ധാരാളം കേൾക്കുക സൽക്കഥകൾ, സജ്ജനങ്ങളിൽ നിന്ന് സൽക്കഥകൾ ധാരാളം കേട്ട് 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 സ്വാഭാവികമായിട്ടും ഭഗവാൻ ഭക്തി ഉണ്ടാവും. ത്യാഗരാജസ്വാമികൾ എങ്ങനെ ശ്രീരാമന്റെ ഭക്തനായി എന്ന് ചോദിച്ചാൽ, അച്ഛൻ രാമബ്രഹ്മം രാമായണം പറയുന്നത് കേട്ട് 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 ഈ കുട്ടിക്ക് ശ്രീരാമനോട് എന്തെന്നില്ലാത്ത പ്രേമം തോന്നി. ഒരു ദിവസം രാമബ്രഹ്മം വീട്ടിൽ വന്നപ്പോൾ ഈ ചെറിയ കുട്ടി ചുമരിൽ എന്തോ കവിത എഴുതി വെച്ചിരിക്കുക. ആരുടെ ചുമരൊക്കെ വൃത്തികേടാക്കിയത് വേർച്ച് നോക്കുമ്പോൾ ശ്രീരാമനെ കുറിച്ചൊരു കീർത്തനം എഴുതിയിരിക്കുകയാണ് ത്യാഗരാജൻ. ചെറിയ കുട്ടി. തവദാസോഹം 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 ദാശരഥേ. അല്ലേ ശ്രീരാമചന്ദ്ര, ഞാൻ അങ്ങയുടെ ദാസനാണ്. അങ്ങനെയുള്ള ഒരു കീർത്തനം. അച്ഛൻ അങ്ങേറ്റം സന്തോഷമായി. എന്താ കാരണം? കുട്ടി ഈശ്വര കഥകൾ ധാരാളം കേട്ടാൽ സ്വാഭാവികമായിട്ടും മെല്ലെ കണ്ട് പിന്നെ നമുക്ക് കീർത്തിക്കാൻ തോന്നും. ഈ ഭഗവാന്റെ മഹത്വമാണല്ലോ കേൾക്കണത്. കേട്ട് 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 നമുക്കും ഭഗവാന്റെ മഹത്വം പറയാനായിട്ട് തോന്നും, നമ്മൾക്കും കീർത്തനം പാടാനായിട്ട് തോന്നും. അപ്പോ ഭജ ഭജ ശ്രീരാമം മനമേ നിത്യം ഭജ ഭജ ശ്രീരാമം മനമേ നിത്യം നിത്യമല്ലീവയൊന്നും ഓർത്താൽ എല്ലാം ഇന്നു സത്യമായുള്ളതു ചൊല്ലാം. സത്യ സ്വരൂപനെ സേവ ചെയ്തിടുകിൽ സത്യ സ്വരൂപനെ സേവ ചെയ്തിടുകിൽ നിത്യ സുഖാനന്ദം യത്തു അസംശയം ഭജ ഭജ ശ്രീരാമം മനമേ നിത്യം. ഭഗവാനെ ഭജിക്കൂ, നിത്യസുഖം, നിത്യമായ ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ധാരാളം കഥകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനോ കീർത്തനങ്ങൾ പാടാനോ സ്വാഭാവികമായിട്ടും തോന്നുകയാണ്. നമ്മൾ ആ വഴിയിൽ വന്നു ചേരും. അതുകൊണ്ട് കേൾപ്പിക്കുക. കുട്ടികളൊക്കെ നിരന്തരം കേൾപ്പിക്കണം. കുട്ടിക്കാലത്ത് കേൾക്കണം. വേഗത്തിൽ അത് ഒപ്പിയെടുക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എത്ര കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല.
കുട്ടികളെ വിളിച്ചാൽ വരില്ല. പക്ഷെ ആദ്യം കുറച്ച് ദിവസം ഒന്ന് അനക്കെട്ട് കേൾപ്പിക്കണം. കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആയി അവർ വരും. അതിന് കുട്ടികളെ നമ്മൾ കേൾപ്പിക്കില്ലല്ലോ. അവർക്ക് ട്യൂഷനാണ്, ഡാൻസ് ക്ലാസ്സാണ്, പാട്ട് ക്ലാസ്സാണ്. കേൾക്കാൻ വരുന്നതൊക്കെ കുട്ടികൾ തന്നെ. പക്ഷെ 65 കഴിഞ്ഞ കുട്ടികളെ ഗോവിന്ദൻകുട്ടി, അമ്മൂട്ടി, നാരായണിക്കുട്ടി ഒക്കെ കുട്ടികൾ തന്നെ വരുന്നത്. കുട്ടികളെ നമ്മൾ ഈശ്വരകഥ കേൾപ്പിക്കണം. അവർക്ക് ഈ ഒരു സംസ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. അവര് സത്രത്തിൽ ഒന്നുമല്ല, ഇത് സത്രശാലയൊക്കെ കാണട്ടെ കുട്ടികൾ. അങ്ങനെ നമ്മുടെ കുട്ടികളിൽ ആ ഒരു ഭാവം നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത് ഉണ്ടായി കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, അവർ മെല്ലെ ഭക്തന്മാരാകും. നമുക്ക് അവരെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരില്ല. പിന്നെ ഒരു യൗവനമൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് മാറിപ്പോവും. പക്ഷേ ഈ അടിത്തറ ഉള്ളിലുണ്ടാവും. പിന്നെ അവരിങ്ങോട്ട് തന്നെ എത്തിച്ചേരും. അതുകൊണ്ട് കുട്ടികളിൽ ഈ ഭക്തിഭാവം ഉണ്ടാക്കണം. അതിന് ഈശ്വരകഥകൾ കേൾപ്പിക്കണം, കീർത്തനങ്ങൾ പഠിപ്പിക്കണം. അങ്ങനെ കുട്ടികളിൽ അതുണ്ടാകണം. പക്ഷെ അതൊക്കെ കുട്ടികൾക്കൊരു ഭജന പോലും പാടാൻ അറിയാത്ത എത്ര കുട്ടികളുണ്ടെന്നറിയും. ഞാനൊരു പാലക്കാട് ജില്ലയിൽ ഒരു വീട്ടിൽ ഗീതായജ്ഞത്തിന് താമസിക്കുക. അപ്പോൾ 4ലോ 2ലോ പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ വെച്ച് പേരെന്താ ചോദിച്ചു, ഏത് ക്ലാസ്സിലാണ് ചോദിച്ചു. 4ലും 2ലും ഒരു പാട്ട് പാട് പറഞ്ഞു. കുട്ടിക്ക് നാണായി. അപ്പം അമ്മ പറഞ്ഞു ആ പാട്ട് പാടി കൊടുക്കുക, ആ പാട്ട് പാടി കൊടുക്കുക പറഞ്ഞു. അമ്മ ടീച്ചറാ. അവസാനം ആ കുട്ടി പാടിയതെന്താ അറിയോ? അമ്മയെ നോക്കിയിട്ട് രാക്ഷസി രാക്ഷസി രാക്ഷസി. ഞാൻ അത്ഭുതപ്പെട്ടു. എൻകരളിൽ താമസിച്ചാൽ ഉമ്മ തരാൻ രാക്ഷസി. അമ്മയെ നോക്കിയിട്ട് രാക്ഷസി രാക്ഷസി. ഒരു ഭജന, ഒരു നാമാവലി കുട്ടിയെ പഠിപ്പിക്കാൻ കിട്ടിയില്ല പറഞ്ഞാൽ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെ. നമ്മളല്ലാതെ ആരാ പഠിപ്പിക്കുക? ആ ഭക്തിഭാവം കുട്ടികളിൽ ഉണ്ടായാൽ അവർ രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടും. ആ ഭക്തിഭാവം ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഇതെല്ലാ പ്രയത്നങ്ങളും. എത്രയോ കഷ്ടപ്പെടുന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് അങ്ങനെ ഒരു സത്രം നടത്തുന്നത്. അത് നമ്മൾ മുതലെടുക്കണ്ടേ, ഇല്ലെങ്കിൽ നഷ്ടമല്ലേ? എത്ര ആചാര്യന്മാർ വന്ന് സംസാരിക്കണം. അവരിൽ ഒരു പോയിന്റ് കിട്ടിയാൽ മതി. അത് സൂക്ഷിച്ചു വെക്കാം. ഓരോരോ കഥകളുണ്ടല്ലോ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. വലിച്ചെറിയരുത്. ഒരാൾക്ക് കടപ്പുറത്ത് കൂടെ പോകുമ്പോൾ ഒരു പൊതി കിട്ടി. അപ്പോൾ ഇരട്ട സന്ധ്യയാണേ. അപ്പോൾ എന്തോ കല്ലാ തോന്നി. ഓരോരോ കല്ലെടുത്ത് ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ എറിഞ്ഞു ഇയാൾ. അങ്ങനെ 2 കല്ല് ബാക്കി വന്നു. അപ്പോഴേക്കും ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ചോട്ടിലെത്തി. അപ്പം നോക്കുമ്പോൾ രത്നങ്ങളായിരുന്നു. ഇത് കടലിലേക്ക് എറിഞ്ഞു, ബാക്കിയുള്ളതൊക്കെ കടലിലേക്ക് എറിഞ്ഞു. അയ്യോ കഷ്ടമായി തോന്നി. പിന്നെ കഷ്ടമായി തോന്നിയിട്ട് കാര്യമുണ്ടോ? അതുപോലെ ഈ പ്രവചനത്തിൽ കിട്ടുന്ന ഓരോരോ കഥകൾ രത്നങ്ങളാണ്. നമ്മൾ വലിച്ചെറിയരുത്, അത് സൂക്ഷിച്ചു വെക്കുക. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഈ കഥകൾ ഓർമ്മ വരും. അതിനു വേണ്ടിയാണ് കഥ പറയണത്, കഥയ്ക്ക് വേണ്ടിയല്ല. അത് ഓരോരോ കാര്യങ്ങൾ സമർത്ഥിക്കാൻ അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് നമ്മുടെ കുട്ടികൾക്കും ഭക്തിഭാവം ഉണ്ടാവണം. അതിന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.